Hi dear students, welcome back to my English class. Today in this class we are going to discuss our plus 1 English model exam question paper. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഈ വർഷത്തെ പ്ലസ് 1 ഇംഗ്ലീഷ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് വ്യത്യസ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളും അവയ്ക്ക് എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം എന്നുള്ളതും ഓരോ ഉത്തരങ്ങളുടെ ഫോർമാറ്റും അവയുടെ മലയാളത്തിലുള്ള വിശദീകരണവുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. I hope after this class we will have a clear idea on how to write answers for our plus 1 English public examination. Questions 1 to 8. Answer any 4 questions. Each carries 1 score. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം. Read the passage given below and answer the questions that follow. താഴെ തന്നിട്ടുള്ള ഒരു പാസേജ് വായിക്കുക, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. The garlands wither on your brow, then boast no more your mighty deeds. Upon this purple altar now, see how the victim bleeds. ഓക്കെ, ഡെത്ത് ദ ലെവലർ എന്ന കവിതയിൽ നിന്നുള്ള 4 വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു കവിത വളരെ വിശദമായിട്ട് തന്നെ ഇതിന് മുമ്പെയുള്ള ക്ലാസ്സുകളിലൂടെ നാം പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ പോം ഫ്രം വിച്ച് ദീസ് ലൈൻസ് ആർ ടേക്കൺ. ഈ വരികൾ ഏത് കവിതയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഡെത്ത് ദ ലെവലർ എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം, ഡെത്ത് ദ ലെവലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പോയറ്റ്. കവിയുടെ പേര്. നമുക്കറിയാം, ഡെത്ത് ദ ലെവലർ എന്ന കവിത എഴുതിയിട്ടുള്ളത് ജെയിംസ് ഷേർലിയാണ്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം, ജെയിംസ് ഷേർലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ റെഫർ ടു. ഇവിടെ മരണത്തിൻ്റെ പർപ്പിൾ അൾത്താര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഡെത്ത്സ് പർപ്പിൾ ഓൾട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനിവാര്യമായ മരണത്തെയാണ്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണത്തെയാണ്. അതുപോലെ തന്നെ പർപ്പിൾ എന്ന ഒരു നിറം സൂചിപ്പിക്കുന്നത് യുദ്ധഭൂമിയിലെ രക്തത്തെയാണ്, രക്തത്തിൻ്റെ നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം, ഇനവിറ്റബിൾ ഡെത്ത്, അനിവാര്യമായ മരണം. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എഴുതാൻ പറ്റാവുന്ന മറ്റു ചില ഉത്തരങ്ങളാണ് ബാറ്റിൽ ഗ്രൗണ്ട്, അതായത് യുദ്ധഭൂമി, ദെൻ ബ്ലഡ് ഷെഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമിയിലെ രക്തച്ചൊരിച്ചിൽ. അതുപോലെ തന്നെ എഴുതാൻ പറ്റാവുന്ന മറ്റൊരു ആൻസറാണ് ഡെത്ത് ഇറ്റ് സെൽഫ്, മരണം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിൽ ഏത് ഉത്തരം എഴുതിയാലും മാർക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരമാണ് ഇനവിറ്റബിൾ ഡെത്ത്, അനിവാര്യമായ മരണം. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ 1 ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഈ വരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് തിരിച്ചറിയുക. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകളാണ് പേഴ്സോണിഫിക്കേഷൻ, ദെൻ ഓക്സിമോറോൺ, അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ആണ് അലിട്രേഷൻ. ഇവയിൽ ഏത് ആൻസർ എഴുതിയാലും നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അതായത് ഇവിടെ തന്നിട്ടുള്ള വരികളിൽ 3ാമത്തെ വരിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൺ ഡെത്ത്സ് പർപ്പിൾ അൾട്ടർ നൗ, മരണത്തിൻ്റെ പർപ്പിൾ അൾത്താരയിൽ. അതായത് ഇവിടെ മരണത്തിന്, ഡെത്തിന് ഒരു ഉടമസ്ഥാവകാശം കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതിൻ്റെയോ അതല്ലെങ്കിൽ മനുഷ്യൻ്റെയോ ക്വാളിറ്റിയെ, ഗുണത്തെ കൊടുക്കുന്നതിനെയാണ് നാം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ. ദെൻ ഇനി ഇവിടെ 4ാമത്തെ ലൈൻ നോക്കുക, സീ ഹൗ ദ വിക്ടിം ബ്ലീഡ്സ്. വിക്ടർ മീൻസ് വിജയിച്ച ആൾ, വിക്ടിം ഇര, പരാജയപ്പെട്ടയാൾ, ബ്ലീഡ്സ് രക്തമൊലിക്കുക. നമുക്കറിയാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഒരിക്കലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ലാത്ത വേർഡുകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് നാം ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ. ഓക്സിമോറോൺ എന്താണെന്ന് നമുക്കറിയാം, വെൻ 2 opposing words are just together in order to create a particular feeling is known as oxymoron. അതായത് വൈരുദ്ധ്യമുള്ള, ഒരിക്കലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ലാത്ത വേർഡുകളോ മറ്റും ഒരുമിച്ച് വരുന്നതിനെയാണ് നാം ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4ാം വരിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണെന്ന് നമുക്കറിയാം, അതായത് അടുത്തടുത്തായി വരുന്ന വേർഡുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണന്റ് ശബ്ദമാണെങ്കിൽ അതിനെയാണ് നാം അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വിക്ടിം, അതായത് ഈ 2 വേർഡുകളുടെ സ്റ്റാർട്ടിങ് വി എന്ന കോൺസണന്റ് ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. അപ്പോൾ ഈ ഒരു 4ാം ആൻസറായിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഉത്തരങ്ങളാണ് ഓക്സിമോറോൺ, അതല്ലെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ, അതുമല്ലെങ്കിൽ അലിട്രേഷൻ. ഇവയിൽ ഏത് എഴുതിയാലും നമുക്ക് ഇവിടെയുള്ള ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെയുള്ള പാസേജ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. It is not surprising that this astonishingly vital man, ഇത് വളരെ ആശ്ചര്യമുള്ള ഒരു കാര്യമൊന്നുമായിരുന്നില്ല. ദിസ് അസ്റ്റോണിഷിംഗ്ലി, അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വൈറ്റൽ മാൻ, ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു മനുഷ്യൻ, full of self-confidence and an unusual kind of power, വളരെ ആത്മവിശ്വാസവും അസാധാരണമായ കരുത്തുമുള്ള, സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അതായത് ഓരോരുത്തരുടെയും ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം, തുല്യതയ്ക്ക് വേണ്ടിയും ആൻഡ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അദ്ദേഹം നിലനിന്നു. ആൻഡ് ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും അദ്ദേഹം ഒരു മാഗ്നറ്റ് പോലെ, ഒരു കാന്തത്തെ പോലെ അദ്ദേഹം ആകർഷിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും ചില വരികളാണ്, സെൻറ്റൻസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം മഹാത്മാഗാന്ധിജിയെക്കുറിച്ചാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 5th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ മാൻ മെൻഷൻഡ് ഇൻ ദിസ് പാസേജ്? ഈ ഒരു പാസേജിൽ പരാമർശിച്ചിട്ടുള്ളത് ആരെയാണ്? നമുക്കറിയാം ഈ ഒരു പാസേജിലൂടെ പരാമർശിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിജിയാണ്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മഹാത്മാഗാന്ധി ഓർ ഗാന്ധി ഓർ ഗാന്ധിജി, ഇവയിൽ ഏത് ആൻസർ എഴുതിയാലും നമുക്ക് ഒരു മാർക്ക് ലഭിക്കും. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതുക. ദെൻ 6th ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് അൺയൂഷ്വൽ പവർ ഡസ് ഹി ഹാവ്? എന്ത് തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള കരുത്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? നമുക്കറിയാം ഈ ഒരു പാസേജിലൂടെ പറയുന്നുണ്ട് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അസാധാരണമായിട്ടുള്ളൊരു കരുത്തുണ്ടായിരുന്നു. സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി, തുല്യതയ്ക്ക് വേണ്ടിയും, ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്വതന്ത്രത്തിന് വേണ്ടിയും, ആൻഡ് ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളെ അദ്ദേഹം അട്രാക്റ്റ് ചെയ്തു. ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, ഏതുപോലെ? ലൈക്ക് എ മാഗ്നറ്റ്, ഗാന്ധത്തെ പോലെ. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അട്രാക്റ്റഡ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ടുവാർഡ്സ് ഹിം, എല്ലാ തരത്തിലുള്ള ആളുകളെയും അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിച്ചു. അങ്ങനെ ഒരു ആൻസർ എഴുതാം. അതല്ലെങ്കിൽ ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും അദ്ദേഹം ഫാസിനേറ്റഡ്, അട്രാക്റ്റ് ചെയ്തു. അതുമല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റാവുന്ന മറ്റൊരു ആൻസറാണ് സ്റ്റുഡ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്വതന്ത്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ തുല്യതയ്ക്ക് വേണ്ടിയും അദ്ദേഹം നിലനിന്നു. ഇതും ആൻസറായിട്ട് നമുക്ക് എഴുതാം. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ 2 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് എഴുതിയാലും നമുക്ക് ഒരു മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ 7th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ അബവ് ലൈൻസ് വിച്ച് മീൻസ് ഫുൾ ഓഫ് എനർജി. ഫുൾ ഓഫ് എനർജി, ഊർജ്ജം നിറഞ്ഞ, അല്ലെങ്കിൽ ഊർജ്ജസ്വലനായിട്ടുള്ള, ഈ ഒരു മീനിങ് വരുന്ന വേർഡ് മുകളിൽ നിന്നുള്ള പാസേജിൽ നിന്ന് കണ്ടെത്തുക. ഓക്കെ, ഇതേ മീനിങ് വരുന്ന ഈ ഒരു പാസേജിലുള്ള ഒരു വേർഡാണ് വൈറ്റൽ. വൈറ്റൽ മീൻസ് ഊർജ്ജസ്വലനായിട്ടുള്ള, അതായത് ഊർജ്ജം നിറഞ്ഞ. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം വൈറ്റൽ. Then next question, from which lesson is this passage taken? Who is the author? ഏത് പാഠഭാഗത്തു നിന്നാണ്, ഏത് ലെസണിൽ നിന്നാണ് ഈ ഒരു പാസേജ് എടുത്തിട്ടുള്ളത്? ദെൻ ഹു ഈസ് ദ ഓതർ, ആരാണ് അതിൻ്റെ ഓതർ, എഴുത്തുകാരൻ? നമുക്കറിയാം ഈ ഒരു പാസേജ് എടുത്തിട്ടുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്, ആ ഒരു പാഠഭാഗത്ത് നിന്നാണ്. അതുപോലെ തന്നെ അത് എഴുതിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഈ ഒരു ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, നിർബന്ധമായിട്ടും നാം പഠിച്ചിട്ടുള്ള ഓരോ ചാപ്റ്ററും, അതായത് ഓരോ ചാപ്റ്ററിൻ്റെ ഒരു ടൈറ്റിലും അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ പേരും നിർബന്ധമായിട്ടും നാം പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 9 to 12. ആൻസർ എനി 2 in about 30 words. ഈച്ച് ക്യാരീസ് 2 scores. 9 മുതൽ 12 വരെയുള്ള 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക. 9th question, imagine the words that the mother of the young seagull could use to motivate him to fly. Write 2 sentences for the mother. കുട്ടിക്കടൽക്കാക്കയെ പറപ്പിക്കുന്നതിനു വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അമ്മ പക്ഷി പറയുന്ന 2 വാക്യങ്ങൾ എഴുതുക. അതായത് കുട്ടിക്കടൽക്കാക്ക പറക്കാൻ വേണ്ടി പേടിച്ച് ആ ഒരു ലഡ്ജിൽ നിൽക്കുന്ന സമയത്ത് അതിനെ പറപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അമ്മ പക്ഷി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്ന 2 വാക്യങ്ങൾ എഴുതുക. ഓക്കെ, ആൻസറിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. യു മേ ബിഗിൻ ഇൻ ദിസ് വേ, നിങ്ങൾക്ക് ഇതുപോലെ തുടങ്ങാം. യു ഷുഡ് റിയലി, യു ഓട്ട് ടു.
ഓക്കെ, ഇവിടെ യു ഷുഡ് റിയലി അതുപോലെ തന്നെ യു ഓട്ട് ടു രണ്ടിൻ്റെയും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. അതായത് യു ഷുഡ് റിയലി നീ യഥാർത്ഥത്തിൽ ചെയ്യണം, യു ഓട്ട് ടു നീ ചെയ്യണം, യു മസ്റ്റ് അതായത് നീ ചെയ്യണം എന്നുള്ള മീനിങ് തന്നെയാണ് രണ്ടിൻ്റെയും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എങ്ങനെ ആൻസർ എഴുതാം എന്ന് പരിശോധിക്കാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഷുഡ് എന്നതിൻ്റെയും അതുപോലെ തന്നെ ഓട്ട് ടു എന്നതിൻ്റെയും ശേഷം എഴുതുന്ന വെർബുകൾ നിർബന്ധമായിട്ടും ആ ഒരു വെർബിൻ്റെ ബേസ് ഫോം അതായത് V1 ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് നമുക്കറിയാം വെർബുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഉദാഹരണം പ്ലേ എന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേയിങ് എന്നതൊക്കെ. പക്ഷേ ഇവിടെ നാം ഉപയോഗിക്കുന്ന സമയത്ത് അതായത് ഷുഡ് എന്നതിൻ്റെയും ഓട്ട് ടു എന്നതിൻ്റെയും ശേഷം എഴുതുന്ന വെർബുകൾ നിർബന്ധമായിട്ടും ആ ഒരു വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അതായത് ബേസ് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതായത് മോഡൽ ഓക്സിലറി വെർബുകളായിട്ടുള്ള ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു തുടങ്ങിയ മോഡൽ ഓക്സിലറി വെർബുകളുടെ ശേഷം എഴുതുന്ന വെർബുകൾ മെയിൻ വെർബുകൾ നിർബന്ധമായിട്ടും ആ ഒരു വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ബേസ് രൂപമായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോ എന്ന മെയിൻ വെർബിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് വെൻറ്റ്, ഗോൺ, ഗോയിങ് എന്നിവയെല്ലാം. അപ്പോൾ ഇവിടെ നാം മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ ഇവയിൽ ഏതെങ്കിലും എഴുതേണ്ടി വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നാം എഴുതേണ്ടത് ഗോ എന്നതിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള ഇവയുടെ ബേസ് ഫോം ആയിട്ടുള്ള ഗോ എന്ന വെർബ് മാത്രമേ നാം ഈ ഒരു മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ എഴുതാൻ പാടുള്ളൂ. അതല്ലാതെ ഒരിക്കലും വെൻറ്റ് എന്നോ അതല്ലെങ്കിൽ ഗോൺ എന്നോ അതല്ലെങ്കിൽ ഗോയിങ് എന്നൊന്നും മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ നാം എഴുതാൻ പാടില്ല. അതായത് നാം മനസ്സിലാക്കേണ്ടത് മോഡൽ ഓക്സിലറി വെർബുകളായിട്ടുള്ള ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു തുടങ്ങിയവയുടെ ശേഷം നിർബന്ധമായിട്ടും നാം വെർബിൻ്റെ ഒന്നാം രൂപം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ V2 V3 ING ഫോമൊന്നും ഇവയുടെ കൂടെ നാം എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള രണ്ട് മോഡൽ ഓക്സിലറി വെർബുകളാണ് ഷുഡ് അതുപോലെ തന്നെ ഓട്ട് ടു. അതായത് ഇവയ്ക്ക് ശേഷം നിർബന്ധമായിട്ടും നാം ഉദ്ദേശിക്കുന്ന ഏതാണ് വെർബ് ആ ഒരു വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമേ നാം എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ നമുക്ക് മാർക്ക് ലഭിക്കുന്നത്. ദെൻ ഇനി നമുക്കറിയാം ഷുഡ് എന്നതിൻ്റെയും ഓട്ട് ടു എന്നതിൻ്റെയും മീനിങ് ആണ് ചെയ്യണം, അതായത് മസ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അതായത് നീ ചെയ്യണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതായത് ഇവിടെ അമ്മ പക്ഷി കുട്ടിക്കടൽക്കാക്കയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് ഇവിടെ നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അമ്മ കുട്ടിപ്പക്ഷിയോട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് മലയാളത്തിലൂടെ ഇങ്ങനെ പറയാം: നീ ഞങ്ങളുടെ കൂടെ പറക്കണം, ദെൻ നീ നിൻ്റെ ചിറകുകൾ അടിക്കാൻ ശ്രമിക്കണം, ദെൻ നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ദെൻ നീ നിൻ്റെ പേടിയെ ഓവർകം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. നമുക്ക് ഇവിടെ എഴുതാൻ പറ്റാവുന്ന ചില ആൻസറുകളാണ്: യു ഷുഡ് റിയലി ട്രസ്റ്റ് അസ്, നീ യഥാർത്ഥത്തിൽ നമ്മെ വിശ്വസിക്കണം. യു ഷുഡ് റിയലി ട്രൈ ടു ഫ്ലൈ, നീ യഥാർത്ഥത്തിൽ പറക്കാൻ ശ്രമിക്കണം. യു ഷുഡ് റിയലി ഫ്ലാപ്പ് യുവർ വിങ്സ്, നീ യഥാർത്ഥത്തിൽ നിൻ്റെ ചിറകുകൾ അടിക്കാൻ ശ്രമിക്കണം. യു ഷുഡ് റിയലി മസ്റ്റർ അപ്പ് കറേജ്, നീ യഥാർത്ഥത്തിൽ ധൈര്യം ഒരുമിച്ച് കൂട്ടണം. യു ഷുഡ് റിയലി ഓവർകം യുവർ ഫിയർ, നീ യഥാർത്ഥത്തിൽ നിൻ്റെ പേടിയെ തരണം ചെയ്യണം. യു ഷുഡ് റിയലി വർക്ക് ഹാർഡ് ടു ഫ്ലൈ, നീ യഥാർത്ഥത്തിൽ പറക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് കഠിനാധ്വാനം ചെയ്യണം. യു ഷുഡ് റിയലി ബി കോൺഫിഡൻറ്റ്, നീ യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം. യു ഷുഡ് റിയലി ബി ബ്രേവ്, നീ യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവനായിരിക്കണം. യു ഷുഡ് റിയലി ട്രൈ ഹാർഡ് ടു ഫ്ലൈ, നീ പറക്കുന്നതിന് വേണ്ടി കഠിനമായിട്ട് ശ്രമിക്കണം. യു ഷുഡ് റിയലി ലിസൺ വാട്ട് ഐ ആം സേയിങ്, ഞാൻ എന്താണ് പറയുന്നത് എന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇതുപോലെയുള്ള ആൻസറുകൾ നമുക്ക് ഇതിന് ഉത്തരമായിട്ട് എഴുതാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി, കാരണം ഇവിടെ ഒരു മാർക്ക് മാത്രമാണ് ഇതിന് ലഭിക്കുന്നത്. അപ്പോൾ ഒന്ന് മാത്രം, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒന്ന് മാത്രം എഴുതിയാൽ മതി. ദെൻ ഇനി ഓട്ട് ടു വെച്ചിട്ട്, ഓട്ട് ടു എന്നതിൻ്റെ മീനിങ് സെയിം തന്നെയാണ്, നീ ചെയ്യണം എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ഓട്ട് ടു വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കാം. യു ഓട്ട് ടു ജമ്പ്, നീ ചാടണം. യു ഓട്ട് ടു ഫ്ലാപ്പ് യുവർ വിങ്സ്, നിൻ്റെ ചിറകുകൾ അടിക്കാൻ നീ ശ്രമിക്കണം. യു ഓട്ട് ടു ബി കോൺഫിഡൻറ്റ്, നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം. യു ഓട്ട് ടു ഫ്ലൈ വിത്ത് അസ്, നീ നമ്മോട് കൂടെ പറക്കണം. യു ഓട്ട് ടു റെക്കഗ്നൈസ് യുവർ എബിലിറ്റി, നിൻ്റെ കഴിവുകൾ നീ തിരിച്ചറിയണം. യു ഓട്ട് ടു ലേൺ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, നീ പറക്കലിൻ്റെ കല പഠിക്കണം, അതായത് പറക്കാൻ നീ പഠിക്കണം. ഓക്കെ, ഇവിടെ ഓട്ട് ടു വെച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒന്ന് നാം എഴുതുക, അതായത് ഇതിനും ഒരു മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവയിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതുക. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം: യു ഷുഡ് റിയലി ഓവർകം യുവർ ഫിയർ, നീ യഥാർത്ഥത്തിൽ നിൻ്റെ
പേടിയെ ഓവർകം ചെയ്യണം, തരണം ചെയ്യണം. യു ought ടു ജംപ് ആൻഡ് ഫ്ലാപ്പ് യുവർ വിങ്സ്. നീ ചാടുകയും നിൻ്റെ ചിറകുകൾ അടിക്കുകയും ചെയ്യണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഗ്രാമർ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിക്കുന്ന വേർഡ് സെലക്ട് ചെയ്യുക, ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ചോദ്യം നോക്കാം. 8 miles ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്, ഈസ് ഓർ ആർ. അതായത് ബ്രാക്കറ്റിലുള്ളത് ഈസ് അതല്ലെങ്കിൽ ആർ. നമുക്കറിയാം ഈസ് എന്നത് സിംഗുലർ ആണ്, ഒന്നാണ്. ദെൻ ആർ എന്നതുള്ളത് പ്ലൂരലാണ്, അതായത് ഒന്നിലധികമാണ്. അതായത് നാം സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് അതിൻ്റെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ, ഒന്നാണ് എങ്കിൽ അതിൻ്റെ കൂടെ ഈസ് ആണ് വരിക. അതല്ല സബ്ജക്റ്റ് ഒന്നിലധികമാണ് എങ്കിൽ അതിൻ്റെ കൂടെ ആർ ആണ് വരിക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ആൺകുട്ടി കളിക്കുകയാണ്. എ ബോയ് ഈസ് പ്ലേയിങ്. ദ നെക്സ്റ്റ്, ആൺകുട്ടികൾ കളിക്കുകയാണ്. ദ ബോയ്സ് ആർ പ്ലേയിങ്. അപ്പോൾ ഒന്ന് എന്നതിൻ്റെ കൂടെ ഒരു ആൺകുട്ടി എന്നുള്ളതിൻ്റെ കൂടെ ഈസാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആൺകുട്ടികൾ ഒന്നിലധികം ഉള്ളതിൻ്റെ കൂടെ ആർ ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 8 miles 8 മൈൽ. ഓക്കെ, 8 മൈൽ എന്നുള്ളത് ഒന്നിലധികം മൈലുകൾ ഉണ്ട് എങ്കിലും ഇത് സിംഗുലർ ആയിട്ടാണ്, അത് ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് 8 miles എന്നുള്ളതിനെ സിംഗുലർ ആയിട്ടാണ് നാം ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് പരിഗണിക്കുക. അപ്പോൾ ഇത് സിംഗുലർ ആണെങ്കിൽ, ഒന്ന് എന്നതാണ് എങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്നത് ഈസ് ആയിരിക്കും. അപ്പോൾ 8 miles ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതുപോലെ തന്നെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് സമയം പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ എമൗണ്ട് പറയുന്ന സമയത്ത്, ദെൻ ദൂരം പറയുന്ന സമയത്തെല്ലാം ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ പ്ലൂരലായിട്ടുള്ള ഒന്നിലധികമായിട്ട് തോന്നിയേക്കാം. പക്ഷേ അത് ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 6 rupees, 3 months, 3 kilometers, ദെൻ 2 hours. ഇവയെല്ലാം ഒന്നിലധികമായിട്ടാണ് നാം കാണുന്നത് എങ്കിലും ഇവയെല്ലാം നാം സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് സിംഗുലർ ആയിട്ടാണ്, ഒന്നായിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 6 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. ഓക്കെ, ഇവിടെ 6 rupees എന്നുള്ളത് ഒന്നിലധികമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്കിലും ഇതിനെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വെർബ് ഈസ്, അതായത് ഒന്നിനെ സൂചിപ്പിക്കുന്ന ഈസ് ആണ്. ഓക്കെ, 6 rupees ഈസ് നോട്ട് എ ബിഗ് എമൗണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പ്ലൂരലായിട്ട് ഒന്നിലധികമായിട്ടാണ് മനസ്സിലാകുന്നത് എങ്കിലും അതിനെ ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 49 കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഉദാഹരണങ്ങൾ സഹിതം പറയുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ബി, സൈക്ലിംഗ് ഈസ് ഗുഡ് എക്സസൈസ് ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി. ഓക്കെ, ബ്രാക്കറ്റിലുള്ളത് ഹൗ എവർ, മോർ ഓവർ. ഹൗ എവർ എന്ന് വെച്ചാൽ എന്നിരുന്നാലും, ദെൻ മോർ ഓവർ എന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു, അത് കൂടാതെ, അല്ലെങ്കിൽ അതിലുപരി. ഓക്കെ, അത് കൂടാതെ ഇതും എന്നൊക്കെ പറയാം. ഓക്കെ, ചോദ്യം നോക്കാം. സൈക്ലിംഗ് ഈസ് ഗുഡ് എക്സസൈസ്. സൈക്ലിംഗ് നല്ലൊരു വ്യായാമമാണ്. ദെൻ ഡാഷ് ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി. ഇത് നിങ്ങളെ പണം ലാഭിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, ഇത് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ യോജിക്കുന്നത് മോർ ഓവർ ആണ്, അതായത് അത് കൂടാതെ എന്നുള്ളതാണ്. അതായത് സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്, സൈക്ലിംഗ് നല്ലൊരു വ്യായാമമാണ്. മോർ ഓവർ, അത് കൂടാതെ തന്നെ ഇറ്റ് ഹെൽപ്സ് യു സേവ് മണി, ഇത് നിങ്ങളെ പണം ലാഭിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഹൗ എവർ അതുപോലെ തന്നെ മോർ ഓവർ എന്നിവയെല്ലാം കൊഹസീവ് ഡിവൈസസുകൾ പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 28 വളരെ വിശദമായിട്ട് തന്നെ ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ കൊഹസീവ് ഡിവൈസസ് ആയിട്ടുള്ള മോർ ഓവർ, ദെൻ ഹൗ എവർ, ദെൻ ബിസൈഡ്സ്, ദോ, ആക്ച്വലി തുടങ്ങിയ കൊഹസീവ് ഡിവൈസസുകൾ അതിൻ്റെ മീനിങ് പഠിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഓക്കെ, പേജ് നമ്പർ 28 വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. 10ൻ്റെ ആൻസർ നാം എഴുതുന്ന സമയത്ത് ആൻസറിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈസ് എന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ മോർ ഓവർ എന്നതിൻ്റെയും അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. APJ അബ്ദുൽ കലാം എൻജോയ്ഡ് ഇൻട്രാക്ടിങ് വിത്ത് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം അത് നന്നായിട്ട് ആസ്വദിച്ചു. ദെൻ ഇഫ് യു ഹാഡ് എ ചാൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് to Dr. Kalam, what would you ask him? Write 2 questions. ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുക? അങ്ങനെയുള്ള 2 ചോദ്യങ്ങൾ എഴുതുക.
അതായത് ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു ചാപ്റ്ററിലൂടെ, ആ ഒരു സ്പീച്ചിലൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോട് പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ധാരാളം വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കുന്നതും അത് അദ്ദേഹം ആസ്വദിക്കുന്നതും അദ്ദേഹം അതിന് മറുപടി നൽകുന്നതും എല്ലാം ആ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ചോദ്യം ഇതാണ്, നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നാം ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദിക്കാൻ സാധിക്കുന്ന ഏത് ചോദ്യവും ഇവിടെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റാവുന്ന ഏകദേശം 14ഓളം ചോദ്യങ്ങൾ നാം ഇതിനു മുമ്പെയുള്ള ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഭൂരിപക്ഷം ചോദ്യങ്ങളും ഇവിടെ യോജിക്കുന്ന ചോദ്യങ്ങളാണ്, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ്. എനിവേ നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 2 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്, എങ്കിലും ചോദ്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി അതിലധികം ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് 2 ചോദ്യങ്ങൾ മാത്രം നാം എഴുതിയാൽ മതിയാകും. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന ചില ചോദ്യങ്ങളാണ്: ഹൗ ക്യാൻ വി അച്ചീവ് സക്സസ്? വിജയം നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? ഹൗ ക്യാൻ ഐ സെറ്റ് എ ഡെഫിനിറ്റ് ഗോൾ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഹൗ ക്യാൻ ഐ അച്ചീവ് മൈ ഡ്രീംസ്? എനിക്ക് എങ്ങനെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? നിങ്ങളുടെ വിജയത്തിന് പിന്നിലുള്ള വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ? പുതുതലമുറയോട് നിങ്ങൾക്കുള്ള ഉപദേശം എന്താണ്? ദെൻ വാട്ട് വാസ് യുവർ ഡ്രീം വെൻ യു വെർ എ ചൈൽഡ്? നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? ദെൻ ഹു ഈസ് യുവർ റോൾ മോഡൽ? നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? ദെൻ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ? ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ആ ഒരു ചാപ്റ്ററുമായി, ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ പറ്റാവുന്ന ചില ചോദ്യങ്ങളാണ്: ഹൗ ക്യാൻ ദ യൂത്ത് ചേഞ്ച് ടുഡേയ്സ് വേൾഡ്? ഇന്നത്തെ ലോകത്തെ മാറ്റാൻ യുവാക്കൾക്ക് എങ്ങനെ സാധിക്കും? യു ടോൾഡ് അസ് ടു ബിക്കം യുണീക്ക്. ഹൗ ക്യാൻ വി ബിക്കം യുണീക്ക്? നിങ്ങൾ നമ്മോട് പറഞ്ഞു യുണീക്കാകുന്നതിനെക്കുറിച്ച്, അതുല്യരാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ദെൻ എങ്ങനെ നമുക്ക് യുണീക്കാവാം, അതുല്യരാകാം? വാട്ട് ആർ ദ ടെക്നിക്സ് ടു ബിക്കം യുണീക്ക്? യുണീക്കാകുന്നതിനുള്ള, അതായത് അതുല്യരാകുന്നതിനുള്ള ടെക്നിക്സ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുന്ന സമയത്ത് ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രം, അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള 2 ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഗ്രാമർ ഭാഗത്ത് നിന്നുള്ളതാണ്, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. തന്നിരിക്കുന്ന ഈ ഒരു സംഭാഷണം റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക, അതായത് ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റുക. ഗ്രേറ്റ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഡാഡ്, നോ, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അതായത് ഗ്രേറ്റ അച്ഛനോട് പറയുകയാണ്, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഞാൻ ചിന്തിച്ചിരുന്നത് നിങ്ങൾ ശരിക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നെഗറ്റീവായിട്ട് അച്ഛൻ ആൻസർ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. റിയലായിട്ട് ശരിക്കുള്ള പീച്ചസ് കിട്ടാൻ നീ എവിടെ പോകണം? സ്റ്റോർ, അതായത് ഷോപ്പിൽ പോകണം എന്ന് അച്ഛൻ ഗ്രേറ്റയോട് പറയുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന ആ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഡയലോഗാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നാം ചെയ്യേണ്ടത് ഗ്രേറ്റ അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ അച്ഛൻ ഗ്രേറ്റയോട് പറഞ്ഞിട്ടുള്ള കാര്യവും, ഈ ഒരു സംഭവങ്ങൾ നാം മറ്റൊരാൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത്, അതായത് ഗ്രേറ്റ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതും അച്ഛൻ ഗ്രേറ്റയോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതും ഇത് കേട്ട നാം മറ്റൊരാളോട് പറയുന്നതാണ് ഇവിടെ നാം എഴുതേണ്ടത്. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. Greta told her dad that she had thought he could make real peaches. Her dad replied negatively and added that she had to go to the store for those. ഓക്കെ, ഈ രൂപത്തിലായിരിക്കും നാം ആൻസർ എഴുതുക. അതായത് ഗ്രേറ്റ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതും അച്ഛൻ തിരികെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്പീച്ച് എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ച് ആക്കാം എന്നുള്ളത്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ കൂടുതലായിട്ട് വിശദീകരിക്കാം, കൂടുതൽ എക്സാമ്പിൾ സഹിതം വിശദീകരിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് 13 to 20. ആൻസർ എനി 4 questions in 60 words. ഈച്ച് ക്യാരീസ് 4 scores. 13 മുതൽ 20 വരെയുള്ള 8 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഓരോ ചോദ്യത്തിനും 4 മാർക്കാണ് ലഭിക്കുന്നത്. 13th question. Write a character sketch of Maggie in the story The Price of Flowers.
ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൽ എന്ന സ്റ്റോറിയിലെ കഥാപാത്രമായിട്ടുള്ള മാഗിയെക്കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഓക്കെ, ഇവിടെയുള്ള 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നാം എഴുതുന്ന സമയത്ത് ഏകദേശം ഒരു അര പേജോളം ഉത്തരമായിട്ട് എഴുതുക. മിനിമം ഒരു അര പേജെങ്കിലും നാം ഇതിന് ആൻസറായിട്ട് എഴുതുക. എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ മാഗിയുടെയും മിസ്സിസ് ക്ലിഫോർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചൊക്കെ ഇതിന് മുമ്പെയുള്ള ക്ലാസ്സിലൂടെ നാം വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം തന്നെ ടൈറ്റിൽ, അതായത് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് നാം തയ്യാറാക്കുന്നത് അവരുടെ പേര് ടൈറ്റിലായിട്ട് എഴുതുക മാഗി. ദെൻ അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ലവിംഗ്ലി കാൾഡ് മാഗി, ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്, അതായത് സ്നേഹത്തോടെ അവളെ മാഗി എന്നാണ് വിളിക്കുന്നത്. അവൾ ഈ ഒരു കഥയിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഷീ ഈസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ ഓഫ് 13 or 14 years ഓൾഡ്. അവൾ 13-14 വയസ്സായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. ഷീ ഈസ് എ പുവർ ഇംഗ്ലീഷ് ഗേൾ ഹു വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോർ. ഒരു ഷോപ്പിൽ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അവൾ. ഷീ ഈസ് ആംബിഷ്യസ് ആൻഡ് വാണ്ട്സ് എ ജോബ് വെയർ ഹെർ ബ്രെയിൻ ക്യാൻ ബി യൂസ്ഡ്. അവൾ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന, അതായത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയാണ് അവൾക്ക് ഇഷ്ടമുള്ളത്, താല്പര്യമുള്ളത്. ഷീ ലൈക്സ് ടു ബിക്കം എ സെക്രട്ടറി. അവൾക്കൊരു സെക്രട്ടറി ആവാനാണ് അവൾക്ക് താല്പര്യമുള്ളത്. ഷീ ഹാസ് ഇൻറ്റൻസ് ലവ് ഫോർ ഹെർ മദർ ആൻഡ് ബ്രദർ. അവൾക്ക് അവളുടെ അമ്മയോടും സഹോദരനോടും തീവ്രമായിട്ടുള്ള സ്നേഹമുണ്ട്. ഷീ ട്രൈഡ് ഹാർഡ് ടു ബ്രിങ് ഹെർ സിക്ക് മദർ ബാക്ക് ടു ലൈഫ്. അവളുടെ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി അവൾ വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട്. ഷീ ഈവൻ ആസ്ക് മിസ്റ്റർ ഗുപ്ത ടു ടെൽ എ ലൈ ടു സേവ് ഹെർ മദർ. അവളുടെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഗുപ്തയോട് കളവ് പറയാനും പോലും അവൾ പറയുന്നുണ്ട്. ഷീ ഈസ് ഓൾസോ സൂപ്പർസ്റ്റിഷ്യസ് ബിക്കോസ് ഷീ ബിലീവ്ഡ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ റിംഗ് സെൻഡ് ബൈ ഹെർ ബ്രദർ. അവളൊരു അന്ധവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് അവളുടെ സഹോദരൻ ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുള്ള ആ ഒരു റിങ്ങിൽ അവൾ വിശ്വസിക്കുന്നത്. ഹെർ ലവ് ടുവാർഡ്സ് ഹെർ ബ്രദർ ഈസ് ടച്ചിങ്. അവളുടെ സഹോദരനോടുള്ള അവളുടെ സ്നേഹം നമ്മെ വല്ലാതെ സ്പർശിക്കുന്നതാണ്. ഷീ ഗേവ് ദ നരേറ്റർ എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. അവളുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി, പൂക്കൾ വെക്കുന്നതിന് വേണ്ടി, ആ ഒരു പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി നരേറ്റർക്ക്, മിസ്റ്റർ ഗുപ്തക്ക് അവളൊരു ഷില്ലിംഗ് കൊടുക്കുന്നുണ്ട്. എ ഷില്ലിംഗ് ഈസ് എ ലോട്ട് ഓഫ് മണി ഫോർ എ പുവർ ഗേൾ ലൈക്ക് ഹെർ. അവളെപ്പോലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ആ ഒരു ഷില്ലിംഗ് എന്നത് വലിയ ഒരു എമൗണ്ട് ആണ്. ടു ഗെറ്റ് ദാറ്റ് ഷീ ഹാസ് ടു വർക്ക് ഫോർ മെനി ഡേയ്സ്. ആ ഒരു പണം ആ ഷില്ലിംഗ് കിട്ടാൻ വേണ്ടി അവൾക്ക് ധാരാളം ദിവസങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ദ ഫ്ലവേഴ്സ് റിപ്രസെൻറ്റ് ലവ്, സാക്രിഫൈസ് ആൻഡ് ദ സ്ട്രോങ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിസ്റ്റർ ആൻഡ് ബ്രദർ. ആ ഒരു പൂക്കൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് സ്നേഹമാണ്, സാക്രിഫൈസ് ത്യാഗമാണ്, ആൻഡ് ദ സ്ട്രോങ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിസ്റ്റർ ആൻഡ് ബ്രദർ. ആ ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ആ ഒരു ബന്ധത്തെയാണ് അത് റിപ്രസെൻ്റ് ചെയ്യുന്നത്. Maggie's sacrifice and selfless acts brings tears to the eyes of Mr. Gupta and the readers too. മാഗിയുടെ ആ ഒരു ത്യാഗവും അതുപോലെ തന്നെ നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളും മിസ്റ്റർ ഗുപ്തയുടെ കണ്ണ് നിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായനക്കാരുടെയും കണ്ണ് അത് നിറക്കുന്നുണ്ട്. ഷുവർലി ഷീ ഈസ് എ മോഡൽ ഫോർ ഗേൾസ് ഓഫ് ഹെർ ഏജ്. തീർച്ചയായിട്ടും അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒരു മോഡലാണ് മാഗി. The next question, 14th question. The details of Stephen Hawking's life and achievements are given below. Read carefully and prepare a profile of the great scientist. മഹാനായ ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഹിൻസായിട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ചോദ്യം. ഓക്കെ, 4 മാർക്കിൻ്റേതാണ് ചോദ്യം. ഇനി നാം പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, അതായത് തന്നിരിക്കുന്ന ഹിൻസുകൾ കൂട്ടിയോജിപ്പിച്ച്, അതായത് അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് അതിനുള്ള 4 മാർക്ക് തന്നെ ലഭിക്കുന്നതാണ്. എങ്കിലും ആ ഒരു അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. നമുക്കറിയാം, ആദ്യം തന്നെ പ്രൊഫൈൽ നാം തയ്യാറാക്കുന്ന സമയത്ത് ആരുടെ പ്രൊഫൈലാണോ നാം തയ്യാറാക്കുന്നത് അത് അവരുടെ പേര് ഹെഡിങ് ടൈറ്റിലായിട്ട് എഴുതുക. ഇവിടെ നമുക്ക് എഴുതാം സ്റ്റീഫൻ ഹോക്കിംഗ്. ഇനി പ്രൊഫൈൽ നാം എഴുതുന്ന സമയത്ത് ഏത് മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ആളെക്കുറിച്ചാണ് നാം എഴുതുന്നത് അതും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, എഴുതുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഉൾപ്പെടുത്താം. നമുക്കറിയാം ഇതിലിവിടെ പറയുന്നുണ്ട് ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അതായത് മഹാനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്നൊക്കെ പറയാം. ആ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, അതായത് വേൾഡ് ഫിസിക്സിലെ ഒരു ധ്രുവ നക്ഷത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് പോയിന്റ്, ബോൺ 8th January 1942. ഓക്കെ, ഇതൊരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം?
ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കുക ഏത് മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ആളാണോ ഇതും ഈ ഒരു തുടക്കത്തിൽ നമുക്ക് എഴുതാം. അതായത് ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് എന്ന് ഇതിൽ ഉൾപ്പെടുത്താം, അതല്ലെങ്കിൽ സൂപ്പർനോവ എന്നൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. സ്റ്റീഫൻ ഹോക്കിംഗ്, ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, വാസ് ബോൺ ഓൺ 8th January 1942. Then next point, school education, സ്കൂൾ വിദ്യാഭ്യാസം. സെൻറ്റ് അൽബാൻസ് സ്കൂൾ, വെസ്റ്റ് ഫോർഡ്ഷയർ. ഇതിനെ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഹി സ്റ്റാർട്ടഡ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ അറ്റ് സെൻറ്റ് അൽബാൻസ് സ്കൂൾ ഇൻ വെസ്റ്റ് ഫോർഡ്ഷയർ. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഹി സ്റ്റഡീഡ് അറ്റ് സെൻറ്റ് അൽബാൻസ് സ്കൂൾ, വെസ്റ്റ് ഫോർഡ്ഷയർ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, കോളേജ് എഡ്യൂക്കേഷൻ, കോളേജ് വിദ്യാഭ്യാസം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ദെൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം, അതായത് നമുക്കറിയാം അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയിട്ടുള്ളത് ഓക്സ്ഫോർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ PhD കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കാംബ്രിഡ്ജിൽ നിന്നുമാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ടുക്ക് ഹിസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, കരിയർ. തിയററ്റിക്കൽ ഫിസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജോലി തിയററ്റിക്കൽ ഫിസിസ്റ്റ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇവിടെ നാം എഴുതേണ്ടത് അദ്ദേഹം ഒരു തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഹി വാസ് എ വേൾഡ് ഫേമസ് തിയറിറ്റിക്കൽ ഫിസിസ്റ്റ്. അദ്ദേഹം ലോകപ്രശസ്തനായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്നു, അതായത് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ബുക്ക്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അദ്ദേഹം എഴുതിയിട്ടുള്ള അതല്ലെങ്കിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നാം എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഈസ് എ പോപ്പുലർ ബുക്ക് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത് സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അവാർഡുകളും ബഹുമതികളും. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം 2009, BBVA ഫൗണ്ടേഷൻ ഫ്രണ്ടിയേഴ്സ് ഓഫ് നോളജ് അവാർഡ് 2015, പ്രൈഡ് ഓഫ് ബ്രിട്ടൻ അവാർഡ് 2016. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ധാരാളം അവാർഡുകളാണ്. അപ്പോൾ നാം എഴുതേണ്ടത് അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. He had received many awards and honors during his lifetime, including the Presidential Medal of Freedom in 2009, BBVA Foundation Frontiers of Knowledge Award in 2015, and Pride of Britain Award in 2016. Then the last point, died March 14th, 2018, aged 76. അദ്ദേഹം മരണപ്പെട്ട ഡേറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വയസ്സുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഹി ഡൈഡ് ഓൺ 14th March 2018 അറ്റ് ദി ഏജ് ഓഫ് 76. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹി പാസ്ഡ് അവേ ഓൺ 14th March 2018 അറ്റ് ദി ഏജ് ഓഫ് 76. ഓക്കെ, ഈ രൂപത്തിലാണ് നാം ഈ ഒരു ഹിൻസുകളെ കൂട്ടിയോജിപ്പിക്കുന്നത്. ഇനി നാം ആൻസർ ഷീറ്റിൽ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതൊരു പാരഗ്രാഫ് രൂപത്തിലാണ് എഴുതേണ്ടത്. അതായത് ആദ്യം തന്നെ ആരുടെ പ്രൊഫൈലാണോ നാം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക, അതായത് സ്റ്റീഫൻ ഹോക്കിംഗ്. ദെൻ ഇനി താഴെയുള്ള കാര്യങ്ങൾ, ഹിൻസായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് രൂപത്തിൽ ഇതേ രൂപത്തിൽ പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. പ്രൊഫൈൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിൻസുകൾ കൂട്ടിയോജിപ്പിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് എഴുതിയാൽ തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് മാർക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ആ ഒരു അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അതായത് ആരുടെ പ്രൊഫൈലാണോ നാം എഴുതുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാമെങ്കിൽ ആ ഒരു കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ ഷീറ്റിൽ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, comment on the bravery shown by the crew and the band as the Titanic sank. ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത്, അതായത് ടൈറ്റാനിക് എന്ന ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലുള്ള ക്രൂ ജോലിക്കാരും അതുപോലെ തന്നെ ബാൻഡ് പ്ലേ ചെയ്യുന്നവരും അതായത് വാദ്യമേളക്കാരും കാട്ടിയിട്ടുള്ള ആ ഒരു ധീരതയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, നമ്മുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തുക. 4ാം യൂണിറ്റിലെ 3ാം ചാപ്റ്ററായിട്ടുള്ള ദ റോക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്നൊരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത്, ആ വലിയ കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിലുള്ള പുരുഷന്മാരും അതുപോലെ തന്നെ അതിലുള്ള ജോലിക്കാരും അതുപോലെ തന്നെ ബാൻഡ് പ്ലേ ചെയ്യുന്ന വാദ്യമേളക്കാരും അവരൊന്നും അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ, അതുപോലെ തന്നെ അതിലെ ക്യാപ്റ്റനും അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ അതിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്.
അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിച്ചതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവർക്ക് ഈ ഒരു പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തും കപ്പൽ മുങ്ങും എന്ന് ഉറപ്പായ സമയത്തും അവർ മരിക്കും എന്ന് ഉറപ്പായ സമയത്തും അതിലുള്ള ബാൻഡ് മേളക്കാർ, അതായത് വാദ്യമേളക്കാർ, ബാൻഡ് പ്ലേ ചെയ്യുന്ന ആളുകൾ അവരുടെ ബാൻഡ് പ്ലേ ചെയ്യുകയും മരണത്തിലേക്ക് ദൈവത്തോട് അടുക്കുകയും ചെയ്യുകയാണ്. ധീരതയോടുകൂടെയാണ് അവർ ആ ഒരു അവസ്ഥയെ നേരിട്ടത്. ആ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നമ്മോട് ഇവിടെ എഴുതാനായിട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ക്യാപ്റ്റൻ സ്മിത്ത്, വാസ് ദ കമാൻഡർ ഓഫ് ദ ഷിപ്പ്. ആ ഒരു ഷിപ്പിലെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് അദ്ദേഹം ഒരു കമാൻഡറായിരുന്നു. അതായത് അദ്ദേഹം ഒരു ആജ്ഞാപിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഉത്തരവ് കൊടുക്കുന്ന ഒരാളായിരുന്നു. ഹി വാസ് എ ബ്രേവ് മാൻ. അദ്ദേഹം ധീരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഹി ഡിഡ് നോട്ട് ട്രൈ ടു സേവ് ഹിസ് ഓൺ ലൈഫ് ഈവൻ ദ ഷിപ്പ് സ്റ്റാർട്ടഡ് ടു സിങ്ക്. ആ ഒരു കപ്പൽ മുങ്ങുന്ന സമയത്തും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ഹി കാൾഡ് ഓൺ ദ ക്രൂ ടു ബി ബ്രിട്ടീഷ്. അദ്ദേഹം ആ ഒരു കപ്പൽ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ബി ബ്രിട്ടീഷുകാരാവുക എന്ന് അദ്ദേഹം അവരോട് പറയുകയാണ്. ഹി ടോൾഡ് ഹിസ് ക്രൂ ടു റിമെമ്പർ ദെയർ കൺട്രി ആൻഡ് ഡു ദെയർ ഡ്യൂട്ടി. അദ്ദേഹം അവരോട് പറയുകയാണ്, അവരുടെ രാജ്യത്തെ ഓർമ്മിക്കാനും അവരുടെ ഡ്യൂട്ടി ചെയ്യാനും അവരോട് അദ്ദേഹം പറയുകയാണ്. ഹി കമാൻഡഡ് ദം ടു സേവ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. അദ്ദേഹം അവരോട് ആജ്ഞാപിക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം തന്നെ രക്ഷിക്കാൻ. ദെൻ ദ ലൈഫ് ബോട്ട്സ് വെയർ ലോവേർഡ് ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ വെയർ സെൻഡ് അവേ സേഫ്ലി. അങ്ങനെ അതിലുള്ള ലൈഫ് ബോട്ടുകൾ, ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു ബോട്ടുകൾ താഴുകയും സ്ത്രീകളെയും കുട്ടികളെയും അതിലൂടെ അവർ രക്ഷിക്കുകയും സേഫായിട്ട് അവരെ രക്ഷിക്കുകയും കരയിലേക്ക് അയക്കുകയും അവർ ചെയ്തു. ദെൻ ദ ക്യാപ്റ്റൻ ആൻഡ് ദ ക്രൂ ഹാഡ് നോ ഹോപ്പ് ഓഫ് സേവിങ് ദംസെൽവ്സ്. അങ്ങനെ കപ്പലിലെ ജോലിക്കാർക്കും അതുപോലെ ക്യാപ്റ്റനും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് ഇല്ലായിരുന്നു. ദേ ഫേസ്ഡ് ഡെത്ത് ബ്രേവ്ലി. അവർ മരണത്തെ ധീരമായിട്ട് തന്നെ നേരിട്ടു. ദ മ്യൂസിക് ബാൻഡ് കണ്ടിന്യൂ ടു പ്ലേ ദ പ്രേയർ നിയർ ടു ദീ മൈ ഗോഡ് ആസ് ദേ വെർ ഗോയിങ് ഡൗൺ വിത്ത് ദ ഷിപ്പ്. ആ ഒരു കപ്പലിൻ്റെ കൂടെ മുങ്ങുന്ന സമയത്ത് അതിലുള്ള വാദ്യമേളക്കാർ പ്രാർത്ഥിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ബാൻഡുകൾ പ്ലേ ചെയ്യായിരുന്നു. എന്തായിരുന്നു അവർ പ്ലേ ചെയ്തിരുന്നത്? നിയർ ടു ദീ മൈ ഗോഡ്, ദൈവമേ നിൻ്റെ അടുത്തേക്ക്. ഇറ്റ് ഷോസ് ഹൗ മച്ച് ബ്രേവ് ദേ വെയർ ആൻഡ് ഹൗ മച്ച് ഡ്യൂട്ടി ബൗണ്ടഡ് ദേ വെയർ. ഈ ഒരു രംഗം കാണിക്കുന്നത്, അതായത് കപ്പൽ മുങ്ങുന്ന സമയത്ത് ബാൻഡ് പ്ലേ ചെയ്യുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും, ഈ ഒരു രംഗമെല്ലാം കാണിക്കുന്നത് എത്രത്തോളം അവർ ബ്രേവായിരുന്നു, ധീരന്മാരായിരുന്നു. ആൻഡ് ഡ്യൂട്ടി ബൗണ്ടഡ്, അതുപോലെ തന്നെ ഡ്യൂട്ടി ബൗണ്ടഡ് ആയിരുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിക്കുന്നത്. ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് ആൻഡ് ബ്രേവ് സീൻ ദാറ്റ് ദ വേൾഡ് ഹാവ് എവർ സീൻ. ഈ ഒരു ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. അതായത് കപ്പൽ മുങ്ങുന്ന സമയത്ത് അവർ സ്വയം രക്ഷിക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തിയതും, അതുപോലെ തന്നെ കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ അവർ മരണം ഉറപ്പായ സമയത്തും ബാൻഡ് പ്ലേ ചെയ്യുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും, ഈ ഒരു കാഴ്ച ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An online debate on the topic digital classes are superior to regular education is being organized for your class. Write 4 arguments either favoring or opposing this idea. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് ഓർഗനൈസ് ചെയ്യുകയാണ്. അതിൻ്റെ വിഷയം എന്താണ്? ടോപ്പിക് എന്താണ്? ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ. റെഗുലർ എഡ്യൂക്കേഷനേക്കാൾ, അതായത് സ്കൂളിൽ പോയി നാം വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതാണ് ഡിജിറ്റൽ ക്ലാസ്സസ്, അതായത് ഓൺലൈൻ ക്ലാസ് എന്നുള്ളതാണ് വിഷയം. അതായത് ഡിജിറ്റൽ ക്ലാസ്സുകളാണ് ഏറ്റവും മികച്ചത്. സ്കൂളിലേക്ക് നാം പോയിട്ട് വിദ്യാഭ്യാസം നേടുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതാണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഇവിടെയുള്ള ടോപ്പിക്. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് നടക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് 4 ആർഗ്യുമെൻറ്റ്സ് ഈദർ ഫേവറിംഗ് ഓർ ഒപ്പോസിങ് ദിസ് ഐഡിയ. ഈ ഒരു ടോപ്പിക്കിന് അനുകൂലമായിട്ടോ അതല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ 4 പോയിന്റുകൾ എഴുതുക. അതായത് ഡിജിറ്റൽ ക്ലാസ്സിന്, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷന് അനുകൂലമായിട്ട് 4 പോയിന്റുകൾ എഴുതുക. അതല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് 4 പോയിന്റുകൾ എഴുതുക. നമുക്കറിയാം, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങളാണ്. അതിലുള്ള അനിമേഷൻസ്, അതുപോലുള്ള വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ചും ആ ഒരു വിദ്യാർത്ഥികൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിരൽത്തുമ്പിൽ തന്നെ, അതായത് ആ സ്പോട്ടിൽ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ, അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ അവർക്ക് ലഭിക്കുന്നു. ഇനി ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലാസ്സുകൾ കുട്ടികളുടെ ആരോഗ്യത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നു. തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒപ്പോസ് ചെയ്തും എതിർത്തും പറയാം.
അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇതിന് ഡിജിറ്റൽ ക്ലാസ്സിനെ അനുകൂലിച്ചുകൊണ്ട് 4 പോയിന്റുകൾ, അതല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഡിജിറ്റൽ ക്ലാസ്സിന് അനുകൂലമായിട്ടാണ് നാം എഴുതുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതുക. അതായത് അനുകൂലിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ. ക്ലാസ്സസ് ഓർഗനൈസ്ഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി കൺവേ കണ്ടന്റ് ആൻഡ് സബ്ജക്റ്റ് ഇൻ എ ഫാർ മോർ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. അഡ്വാൻസ് ടെക്നോളജി, അതായത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ക്ലാസ്സുകൾ കൂടുതൽ ഫലപ്രദവും കൂടുതൽ കാര്യക്ഷമവുമായിരിക്കും. ഡ്യൂ ടു ദ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ, ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ. COVID-19 പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് ഏറ്റവും മികച്ചതായിട്ടുള്ളത്. റെഗുലർ എഡ്യൂക്കേഷനേക്കാൾ ഏറ്റവും മികച്ചതായിട്ടുള്ളത് ഡിജിറ്റൽ എഡ്യൂക്കേഷനാണ്, ഡിജിറ്റൽ ക്ലാസ്സുകളാണ്. ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സേഫ് ആൻഡ് യൂസ്ഫുൾ. ഡിജിറ്റൽ ക്ലാസ്സുകൾ സേഫും സുരക്ഷിതവും അതുപോലെ തന്നെ യൂസ്ഫുൾ ഉപകാരപ്രദവുമാണ്. ഡിജിറ്റൽ ക്ലാസ്സസ് ആർ എ ഫീസ് ടു വൺസ് ഐസ്. ഡിജിറ്റൽ ക്ലാസ്സുകൾ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരാളുടെ കണ്ണുകൾക്ക് ഒരു കുളിർമയാണ്. ഡിജിറ്റൽ ക്ലാസ്സസ് ആർ വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഡിജിറ്റൽ ക്ലാസ്സുകൾ കൂടുതൽ ആകർഷണീയവും കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്നതുമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻ ഡിജിറ്റൽ ക്ലാസ്സസ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ആർ അറ്റ് അവർ ഫിംഗർ ടിപ്സ്. ഡിജിറ്റൽ ക്ലാസ്സുകളിൽ വിവരങ്ങളും അതുപോലെ തന്നെ അറിവും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. ഇൻ ഡിജിറ്റൽ ക്ലാസ്സസ് സ്റ്റുഡൻസ് ക്യാൻ ലേൺ അറ്റ് ദെയർ ഓൺ പേസ്. ഡിജിറ്റൽ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടേതായ വേഗതയിൽ പഠിക്കാൻ സാധിക്കും. ഇൻ ഡിജിറ്റൽ ക്ലാസ്സസ് സ്റ്റുഡൻസ് ക്യാൻ സിറ്റ് ഇൻ ദെയർ ഓൺ ഹോം ആൻഡ് സ്റ്റഡി അറ്റ് ടൈം വാട്ട് ദേ വാണ്ടഡ്. ഡിജിറ്റൽ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ സമയത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സമയത്ത് പഠിക്കാൻ സാധിക്കും. സ്റ്റുഡൻസ് ക്യാൻ വാച്ച് ദ ക്ലാസ്സസ് അറ്റ് ദെയർ കംഫേർട്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സുരക്ഷിതത്തിനനുസരിച്ച് അവർക്ക് സുരക്ഷിതമായ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ദെൻ സ്റ്റുഡൻസ് ക്യാൻ വാച്ച് ദ ക്ലാസ്സസ് അഗെയിൻ ആൻഡ് അഗെയിൻ. റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അതായത് വിദ്യാർത്ഥികൾക്ക് വീണ്ടും വീണ്ടും കാണാൻ അവർക്ക് സാധ്യമാണ്. ദെൻ വേരിയസ് ടൂൾസ് സച്ച് ആസ് ആനിമേഷൻസ് വീഡിയോസ് ക്യാൻ ബി യൂസ്ഡ്. ഡിജിറ്റൽ ക്ലാസ്സുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ടൂൾസ്, ആനിമേഷൻ, വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇറ്റ് ഗീവ്സ് ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി. വിദ്യാർത്ഥികൾക്ക് അതൊരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും നൽകുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ എവറിത്തിങ്. എല്ലാത്തിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ നൽകുന്നു. സ്റ്റുഡൻസ് ക്യാൻ റിയലി എൻജോയ് ദ ഡിജിറ്റൽ ക്ലാസ്സസ്. ഡിജിറ്റൽ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ ക്ലാസ്സസ് ബ്രിങ് എഡ്യൂക്കേഷൻ റൈറ്റ് ടു അവർ ഹോം. ഡിജിറ്റൽ ക്ലാസ്സുകൾ വിദ്യാഭ്യാസം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഡിജിറ്റൽ ക്ലാസ്സസ് ഹാവ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. ഡിജിറ്റൽ ക്ലാസ്സുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിദ്യാഭ്യാസിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ക്ലാസ്സിനെ അനുകൂലിച്ച് പറയുകയാണെങ്കിൽ അതായത് അനുകൂലിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നാം ആൻസർ എഴുതുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട അതല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള 4 പോയിന്റുകളാണ് നാം ആൻസർ ഷീറ്റിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ദെൻ ഇനി അഥവാ നാം ഡിജിറ്റൽ ക്ലാസ്സിന് എതിരായിട്ടാണ്, അതായത് ഡിജിറ്റൽ ക്ലാസ്സുകൾ നല്ലതല്ല എന്ന രീതിയിലാണ് നാം എഴുതുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ എഴുതാം. എഗെയിൻസ്റ്റ്, അതായത് എതിരായിട്ടുള്ള കാര്യങ്ങൾ. ഡിജിറ്റൽ ക്ലാസ്സസ് ആർ മൊണോട്ടണസ്. ഡിജിറ്റൽ ക്ലാസ്സുകൾ ഏകപക്ഷീയമാണ്, അതായത് വിരസമായതാണ്. ദെൻ ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ് ഇൻ കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷൻസ്. ഇൻട്രാക്റ്റീവായിട്ട്, അതായത് വിദ്യാർത്ഥികളും ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ഇതിന് ധാരാളം പരിമിതികളുണ്ട്. ദെൻ റിയൽ ടൈം ക്ലാസ് റൂംസ് റീച്ച് ടു ഈച്ച് ആൻഡ് എവറി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. സാധാരണയുള്ള സ്കൂൾ വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികളിലേക്കും വിദ്യാഭ്യാസം നൽകുന്നു. അതായത് ഇൻറെസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സാമ്പത്തികമായിട്ടുള്ള ഒരു നിലയൊന്നും നോക്കാതെ, അതായത് സാമ്പത്തികമായ പദവിയൊന്നും നോക്കാതെ സാധാരണ ക്ലാസ് റൂമുകളിലുള്ള ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ രൂപത്തിൽ എത്തിച്ചേരുന്നു. ഇൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, ടീച്ചേഴ്സ് കാൻ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഓഫ് ദെയർ സ്റ്റുഡൻസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ഇൻ എ സയൻറ്റിഫിക് വേ. ഡിജിറ്റൽ എഡ്യൂക്കേഷനിൽ, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് അവരുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനോ അതിനുള്ള പരിഹാരങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ അവർക്ക് സാധിക്കില്ല. ഡിജിറ്റൽ ക്ലാസ്സസ് അഫക്ട്സ് അവർ ഹെൽത്ത് ബാഡ്ലി. ഡിജിറ്റൽ ക്ലാസ്സുകൾ നമ്മുടെ ആരോഗ്യത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നു. ഇൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, സ്റ്റുഡൻസ് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ആക്റ്റീവ്ലി. ഡിജിറ്റൽ വിദ്യാഭ്യാസ രീതിയിൽ, അതായത് ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയിൽ വിദ്യാർത്ഥികൾ ആക്റ്റീവായിട്ടൊന്നും കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല.
Then digital education may create a sense of isolation in students. ഡിജിറ്റൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളിൽ ഒരു സെൻസ് ഓഫ് ഐസൊലേഷൻ, അതായത് ഒറ്റപ്പെടൽ ഫീലിംഗ് അവർക്ക് തോന്നുന്നു. അപ്പോൾ ഡിജിറ്റൽ എഡ്യൂക്കേഷന് ഓപ്പോസിറ്റായിട്ടാണ്, എതിരായിട്ടാണ് നാം എഴുതുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള പോയിന്റുകളാണ് നാം എഴുതേണ്ടത്. അങ്ങനെ പോയിന്റുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള 4 പോയിന്റുകൾ അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള 4 പോയിന്റുകളാണ് നാം എതിരായിട്ടാണ് എഴുതുന്നത് എങ്കിൽ എഴുതേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മോട് അനുകൂലിച്ചോ അതല്ലെങ്കിൽ പ്രതികൂലിച്ചോ 4 പോയിന്റുകൾ എഴുതാൻ പറയുന്ന സമയത്ത് ഒന്നുകിൽ അനുകൂലിച്ച് 4 പോയിന്റുകൾ എഴുതുക, അതല്ലെങ്കിൽ പ്രതികൂലിച്ചിട്ട് 4 പോയിന്റുകൾ എഴുതുക. രണ്ടും രീതിയിലും എഴുതേണ്ട ആവശ്യം ഇല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ യു ആർ എ ലേഡി റിപ്പോർട്ടർ അലൗഡ് ടു റിപ്പോർട്ട് ദ റിച്വൽസ് ഓഫ് ദ വിമൻ ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവോ. ഡ്രാഫ്റ്റ് എ ലൈവ് ടി റിപ്പോർട്ട്. നിങ്ങളൊരു സ്ത്രീ ആയിട്ടുള്ള റിപ്പോർട്ടറാണ്. അലൗഡ് ടു റിപ്പോർട്ട് ദ റിച്വൽസ് ഓഫ് നമോന ഓൺ ദ ഐലൻഡ് ഓഫ് കണ്ടാവു ദ്വീപിലുള്ള ആ ഒരു റിച്വൽ, സ്ത്രീകൾ ആചരിക്കുന്ന ആ റിച്വൽ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ലഭിക്കുകയാണ്. ദെൻ ഡ്രാഫ്റ്റ് എ ലൈവ് ടി റിപ്പോർട്ട്. അതിൻ്റെ ലൈവ് ടി റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് കണ്ടാവു ദ്വീപിലുള്ള ആ സ്ട്രേഞ്ച് റിച്വൽ, അപരിചിതമായിട്ടുള്ള ഒരു ആചാരം, അതായത് ടേർട്ടിൽ കാളിംഗ്, ആമകളെ വിളിക്കുക എന്നുള്ള ഒരു ആചാരം ലൈവായിട്ട് ടി വി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ലേഡി റിപ്പോർട്ടർ, സ്ത്രീ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ്. ദെൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണ്. അതായത് ലൈവായിട്ട് ആ ഒരു റിച്വൽ, ആമകളെ വിളിക്കുക എന്നുള്ള റിച്വൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ തയ്യാറാക്കുന്ന ലൈവ് ടി വി റിപ്പോർട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലൈവ് ടി വി റിപ്പോർട്ട് നാം തയ്യാറാക്കുന്ന സമയത്ത് അവയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതായത് ലൈവായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അതായത് ആ സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നാം പറയണം. അതായത് അതിൽ ഉപയോഗിക്കേണ്ട ടെൻസ്, അതായത് കാലം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ലൈവായിട്ടാണ് നാം പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം സിമ്പിൾ പ്രസൻറ്റ് അതല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ടെൻസായിട്ട് ആ ഒരു ലൈവ് ടി വി റിപ്പോർട്ടിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഹലോ ഫ്രണ്ട്സ്, ഐ എം സോണിയ ഫ്രം സ്റ്റാർ ടി വി. ഐ ആം ഹിയർ അറ്റ് ദ നമോന സീഷോർ വിത്ത് ക്യാമറമാൻ അജിത്. ഞാനിപ്പോൾ ഉള്ളത് നമോന സീഷോർ, നമോന കടൽ തീരത്താണ്, വിത്ത് ക്യാമറമാൻ അജിത്. ക്യാമറമാൻ അജിത്തിനോട് കൂടെയാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഹിയർ വി ആർ ഗോയിങ് ടു വിറ്റ്നസ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ. ഇവിടെ നാം വളരെ അപരിചിതമായിട്ടുള്ള ആചാരമാണ് കാണാൻ പോകുന്നത്, വിറ്റ്നസ് ആകുന്നത്, സാക്ഷിയാകുന്നത്. ദ വിമൻ ഓഫ് നമോന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ ദാറ്റ് ഈസ് ടോട്ടിൽ കാളിംഗ്. നമോനയിലെ സ്ത്രീകൾ ഇപ്പോഴും ഒരു അപരിചിതമായിട്ടുള്ളൊരു ആചാരം കൊണ്ടാടുന്നുണ്ട്. അതാണ് ആമകളെ വിളിക്കൽ, ടേർട്ടിൽ കാളിംഗ് എന്നത്. Now you can see thousands of people including foreigners have gathered here to watch and enjoy the strange ritual turtle calling. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ആളുകൾ, അതായത് ഫോറിനേഴ്സ് ഉൾപ്പെടെ, അതായത് വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു വാച്ച് ആൻഡ് എൻജോയ് ദ സ്ട്രേഞ്ച് റിച്വൽ ടേർട്ടിൽ കാളിംഗ്. ആമകളെ വിളിക്കാന്നുള്ള ഒരു അപരിചിതമായിട്ടുള്ള ആചാരം വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദ മെയ്ഡൻസ് ഓഫ് ദിസ് വില്ലേജ് ഹാവ് അസംബിൾഡ് ഓൺ ദ സീഷോർ. ഈ ഒരു ഗ്രാമത്തിലുള്ള കന്യകമാരായിട്ടുള്ള സ്ത്രീകളെല്ലാം ആ ഒരു കടൽ തീരത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ദേ ആർ സിംഗിങ് എ സ്ട്രേഞ്ച് ചാണ്ട്. അവർ അപരിചിതമായിട്ടുള്ള ഒരു മന്ത്രം ഉച്ചരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മന്ത്രം പാടുന്നുണ്ട്. നൗ ലുക്ക് കെയർഫുള്ളി ഡൗൺ ഇൻ ടു ദ വാട്ടേഴ്സ് ഓഫ് ദ ബേ. ആ ഒരു കടലിടുക്കിലെ വെള്ളത്തിലേക്ക് വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്കൂ. വാവ്, വി ക്യാൻ സീ ജാൻറ്റ് ടേർട്ടിൽസ് റൈസിംഗ് വൺ ബൈ വൺ ഓൺ ദ സർഫേസ് ലിസണിങ് ടു ദ മ്യൂസിക്. ആ ഒരു കടലിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ കടലാമകൾ ഉയർന്നു വരുന്നുണ്ട്. വൺ ബൈ വൺ, ഓരോന്നോരോന്നായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു ലിസൺ ടു ദ മ്യൂസിക്. അവർ പാടുന്ന ആ ഒരു പാട്ട്, ആ ഒരു സംഗീതം കേൾക്കുന്നതിന് വേണ്ടി. ദ എൻറ്റയർ വില്ലേജ് ഈസ് ഇൻ എ ഫെസ്റ്റീവ് മൂഡ് ടു സീ ദ ഡിസെൻഡൻസ് ഓഫ് ദ പ്രിൻസസ് ടിനൈകബോഗ ആൻഡ് ഹെർ ഡോട്ടർ റൊഡാലിസ്. ആ ഒരു ഗ്രാമം മുഴുവൻ ആഘോഷത്തിലാണ്. എന്തിനു വേണ്ടി? ടു സീ ദ ഡിസെൻഡൻസ് ഓഫ് ദ പ്രിൻസസ് ടിനൈകബോഗ ആൻഡ് ഹെർ ഡോട്ടർ റൊഡാലിസ്. അവരുടെ രാജകുമാരിയായിട്ടുള്ള ടിനൈകബോഗയുടെയും അതുപോലെ തന്നെ ടിനൈകബോഗയുടെ മകളായിട്ടുള്ള റൊഡാലിസിൻ്റെയും പിൻഗാമികളെ, തലമുറക്കാരെ കാണുന്നതിന് വേണ്ടി അവരെല്ലാവരും വളരെ ആഘോഷമൂഡിലാണ്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ. ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല. ഇറ്റ് ആക്ച്വലി ടേക്സ് പ്ലേസ്. ഇത് ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. There is an interesting legend behind this ritual. ഈ ഒരു ആചാരത്തിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു ലെജൻഡ്, ഒരു കഥയുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. Then we will get back after a short break with the details of the legend behind the turtle calling. ആമകളെ വിളിക്കുക എന്നുള്ള ഈ ഒരു അപരിചിതമായിട്ടുള്ള ആചാരത്തിന് പിന്നിലുള്ള കഥയുടെ ഡീറ്റെയിൽസുമായിട്ട് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. Till then, bye from Sonia with the cameraman Ajit. ഓക്കെ, ഇതേ രൂപത്തിൽ നമുക്ക് സ്ട്രേഞ്ച് റിച്വലായിട്ടുള്ള ആമകളെ വിളിക്കുക എന്നുള്ള ഒരു അപരിചിതമായിട്ടുള്ള ആചാരത്തിൻ്റെ ലൈവ് ടി വി റിപ്പോർട്ട് തയ്യാറാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18.
മാഗി ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സേസ് ടു മിസ്റ്റർ ഗുപ്ത. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഒരു കഥയിൽ മാഗി ഗുപ്തയോട് പറയുന്നുണ്ട്, ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക്. എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള, അതായത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് എനിക്ക് താല്പര്യമുള്ളത്. ദെൻ ചോദ്യം ഇതാണ്, വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ഡു യു വാണ്ട്? എങ്ങനെയുള്ള ജോലിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്? ഹൗ വിൽ യു അച്ചീവ് ഇറ്റ്? അത് നിങ്ങൾ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ്, അതിനെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് തയ്യാറാക്കുക. അതായത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ആ ഒരു കഥയിൽ മിസ്റ്റർ ഗുപ്തയോട് മാഗി പറയുന്നുണ്ട്, മാഗി ടൈപ്പിസ്റ്റാണ് ആ ഒരു കഥയിൽ നമുക്കറിയാം. അതിൽ പറയുന്നുണ്ട് ടൈപ്പിസ്റ്റ് എന്ന ഒരു ജോലി എനിക്ക് താല്പര്യമില്ല എന്നുള്ളതും, അതുപോലെ തന്നെ തലച്ചോറ് അതല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലിയാണ് എനിക്ക് താല്പര്യമുള്ളത് എന്ന് മാഗി പറയുന്നുണ്ട്. ഇനി ചോദ്യം ഇതാണ്, എങ്ങനെയുള്ള ജോലിയാണ് നമുക്ക് താല്പര്യമുള്ളത്? എങ്ങനെയുള്ള ജോലിയാണ് നമുക്ക് ഇഷ്ടമുള്ളത്? അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് ചെറിയ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഐ ഓൾസോ വാണ്ട് എ വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്. എനിക്കും അങ്ങനെയുള്ള ജോലി തന്നെയാണ് താല്പര്യമുള്ളത്, അതായത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലി തന്നെയാണ് എനിക്കും താല്പര്യമുള്ളത്. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ടീച്ചർ ആസ് ടീച്ചിങ് ഈസ് സപ്പോസ് ടു ബി ദ നോബലസ്റ്റ് പ്രൊഫഷൻ. എനിക്കൊരു ടീച്ചർ ആവാനാണ് താല്പര്യമുള്ളത്. കാരണം എന്താണ്? അത് ഒരു മഹനീയമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്, ഒരു ജോലിയാണ്. എ ടീച്ചർ ഓൾവേസ് മേക്സ് ഇംപ്രഷൻ ഓൺ ദ മൈൻഡ്സ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ആസ് സ്റ്റുഡൻസ് ഹാവ് ഡിഫറെൻറ്റ് അബിലിറ്റീസ്, ദ ടീച്ചർ യൂസസ് എ വെറൈറ്റി ഓഫ് സ്കിൽസ് കോൺസ്റ്റൻ്റ്ലി ടു ഇൻവെൻറ്റ് ആൻഡ് മേക്ക് the classroom an interesting place so as to encourage learning. Teachers are role models and many of them make a lasting impression on the lives of many students. Teachers mold the minds of the students. Therefore, nation building is ultimately in the hands of the teachers. So, I want to be a teacher and use my brain to develop the brains of my students. I will work hard to achieve my dream to become a teacher. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ആൻസർ എഴുതാം. അതായത് നമുക്ക് ഏത് പ്രൊഫഷനാണ് നമുക്ക് ഇഷ്ടമുള്ളത്, അത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഒക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ദ പാസേജ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് എ ഫ്യൂ എറേഴ്സ്. എഡിറ്റ് ദ പാസേജ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു പാസേജിൽ ചില തെറ്റുകളുണ്ട്. ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, 4 മാർക്കിനാണ് ഈ ഒരു ചോദ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 4ഓളം തെറ്റുകളായിരിക്കും ഈ ഒരു പാസേജിൽ ഉണ്ടായിരിക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളത്. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ് ടു ഗ്രോ. ഫസ്റ്റ് മിസ്റ്റേക്ക് ഈസ് ഹിയർ, സൊസൈറ്റി നീഡ്. അതായത് ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള വെർബും സിംഗുലർ ആയിരിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരലാണ്, ഒന്നിലധികമാണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള വെർബും പ്ലൂരൽ ആയിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അവൻ വായിക്കുന്നു, ഹി റീഡ്സ്. അതായത് ഹി എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള വെർബും സിംഗുലർ ആയിരിക്കണം. വെർബ് സിംഗുലർ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വെർബിൻ്റെ കൂടെ എസ് ചേർക്കുക എന്നുള്ളതാണ്. അതായത് വെർബിൻ്റെ കൂടെ എസ് ചേരുമ്പോഴാണ് അത് സിംഗുലർ ആവുന്നത്. അപ്പോൾ അവൻ വായിക്കുന്നു എന്നുള്ളത് ഹി റീഡ്സ് എന്നാണ് പറയുക, അതല്ലാതെ ഹി റീഡ്സ് എന്നല്ല. ഇത് ഗ്രാമർ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും സംശയം ഉണ്ടായേക്കാം. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല, വളരെ വിശദമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൊസൈറ്റി നീഡ് എന്നല്ല പറയുക, സൊസൈറ്റി നീഡ്സ് എന്നാണ് പറയുക. ഫസ്റ്റ് മിസ്റ്റേക്ക് ഈസ് ഹിയർ. ദെൻ ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ ഈസ് നോ പെർഫെക്റ്റ് ആൻസേഴ്സ്. ദെൻ ദ സെക്കൻഡ് മിസ്റ്റേക്ക് ഈസ് ഹിയർ, ദർ ഈസ് നോ perfect answers. Perfect answers or answers എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ഉത്തരങ്ങൾ എന്നുള്ളതാണ്. ഒന്നിലധികമുണ്ട് ആൻസേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് there is എന്നുള്ളതാണ്. there is എന്നതിനെ സൂചിപ്പിക്കുന്നത് ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ there is no perfect answers എന്നല്ല പറയുക, there are no perfect answers എന്നാണ് പറയുക. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ there are 50 students in the class എന്നാണ് പറയുക, അതല്ലാതെ there is 50 students in the class എന്നല്ല പറയുക. അതായത് there is എന്നത് ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്, there are എന്നാൽ ഒന്നിലധികം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? there are no perfect answers. Then we haven't created a perfect society of earth. Okay, third mistake is here. Of earth എന്നല്ല പറയുക, on earth.
ഇവിടെ മിസ്റ്റേക്കായിട്ട് വന്നിട്ടുള്ളത് പ്രപ്പോസിഷനാണ്. അതായത് ഓഫിന് പകരം ഓൺ എന്നാണ് പറയുക. അപ്പോൾ ഓൺ എർത്ത് ഭൂമിയിൽ, അതല്ലാതെ ഓഫ് എർത്ത് എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ ഓൺ എർത്ത്. ദെൻ ആൻഡ് വോണ്ട് ഹാസ് വൺ ഇൻ സൈബർ സ്പേസ് ഈതർ. ദെൻ ദ ഫോർത്ത് മിസ്റ്റേക്ക് ഈസ് ഹിയർ. വോണ്ട് ഹാസ്. വോണ്ട് ഹാസ് എന്നല്ല പറയുക, വോണ്ട് ഹാവ് എന്നാണ് പറയുക. അതായത് വില്ലിന് കൂടെ, വില്ല് എന്നതുള്ളത് മോഡൽ ഓക്സിലറി ആണ്, അതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് വരിക. അപ്പം വിൽ ഹാവ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ വോണ്ട് എന്നത് വിൽ നോട്ട് എന്നതിൻ്റെ ചെറിയ രൂപമാണ്. അപ്പോൾ വിൽ നോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഹാവ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഹാസിന് പകരം ഇവിടെ വരുന്നത് ഹാവ് ആയിരിക്കും. അപ്പോൾ വോണ്ട് ഹാവ് വൺ ഇൻ സൈബർ സ്പേസ് ഈതർ. ഓക്കെ, ഇങ്ങനെ 4 മിസ്റ്റേക്കുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഒരു പക്ഷേ സംശയമുണ്ടായേക്കാം. കൂടുതൽ പറയാനുള്ള സമയവുമില്ല ഈ ഒരു ക്ലാസ്സിലൂടെ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക്കലി നാം ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പിന്നീടുള്ള നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നാം ആൻസർ എഴുതുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സമയം കളയാതെ എവിടെയാണോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ആ ഒരു മിസ്റ്റേക്കുകൾ റെഡിയാക്കിയിട്ട് മാത്രം എഴുതിയാലും മതി. അതായത് ഇങ്ങനെ എഴുതാം: സൊസൈറ്റി നീഡ്സ്, ദെയർ ആർ, ഓൺ എർത്ത്, വോണ്ട് ഹാവ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും കംപ്ലീറ്റ് 4 മാർക്ക് തന്നെ ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട്, ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും എവിടെയാണോ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, എവിടെയാണോ നാം മാറ്റം വരുത്തിയിട്ടുള്ളത്, അത് നിർബന്ധമായിട്ടും നാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ പരീക്ഷ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും എവിടെയാണോ നാം മാറ്റം വരുത്തിയിട്ടുള്ളത് ആ ഒരു മാറ്റം വരുത്തിയ സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും നാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ എവിടെയാണോ ഏതൊക്കെയാണോ മിസ്റ്റേക്കുകൾ ആ ഒരു മിസ്റ്റേക്കുകൾ റെഡിയാക്കിയിട്ട് അത് അതേ രീതിയിൽ തന്നെ എഴുതിയാലും മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ ഷീക്കിംഗ് ഷിലി. അവന് പറക്കാൻ സാധിക്കില്ല എന്നതൊക്കെ അവൻ കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണമായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അവൻ പറന്നുയരാനും ഡൈവ് ചെയ്യാനും പറക്കാനുമെല്ലാം തുടങ്ങി. ദെൻ ദ യങ് സീഗൾ ഗോസ് ത്രൂ എ വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ ഒരു യങ് സീഗൾ, അതായത് ആ ഒരു കുട്ടിക്കടൽക്കാക്ക പറക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ പറന്നതിന് ശേഷവും അവൻ്റെ മനസ്സിലൂടെ ധാരാളം ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, ധാരാളം കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ധാരാളം കാര്യങ്ങൾ അവന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പറക്കുന്നതിന് മുമ്പും അതിന് ശേഷവും. ഓക്കെ, ചോദ്യം ഇതാണ്: റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ വേരിയസ് ഫീലിങ്സ് ദാറ്റ് ഹി എക്സ്പീരിയൻസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആദ്യ പറക്കലിന് മുമ്പും അതുപോലെ തന്നെ ആ ഒരു പറക്കലിന് ശേഷവും അവൻ്റെ മനസ്സിലൂടെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതി തയ്യാറാക്കുക. അതായത് നമ്മുടെ കുട്ടിക്കടൽക്കാക്ക പറക്കുന്നതിന് മുമ്പും അതിന് ശേഷവും അവൻ്റെ മനസ്സിലൂടെ ധാരാളം കാര്യങ്ങൾ അവൻ ഓർത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിന് മുമ്പായിട്ട് അവൻ ഓർത്തിരുന്ന ചില കാര്യങ്ങളായിരുന്നു: അവൻ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും, അവൻ പട്ടിണി കിടന്നു മരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് ശേഷം അവൻ വളരെ ഹാപ്പി ആവുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം: The young seagull goes through a wide range of emotions and feelings before and after his first flight. Before his first flight, the young seagull was afraid to fly. He had no confidence to face the first real challenge of his life. He doubted himself that his wings could not be able to fly. He believed his wings wouldn't be able to support his body and he would fall into the sea and down to death. Otherwise, he would die of starvation. He felt lonely, sad, and maddened by hunger. But the mother's trick forced him to jump off the cliff and he learned to fly. After he learned to fly, he was screaming with happiness. He was so excited. He was very happy. He forgot that he could not fly as he was soaring and diving. He was proud of himself. He was tired and weak with hunger and felt exhausted after flying. അവൻ്റെ ആദ്യത്തെ പറക്കലിന് മുമ്പായിട്ട് അവൻ്റെ മനസ്സിലൂടെ വരുന്ന ചില ചിന്തകളാണ്:
അവൻ അഥവാ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും, അങ്ങനെ ആ ഒരു കടലിൽ വീണ് അവൻ മരിക്കും എന്നുള്ളതും, അതല്ലെങ്കിൽ പട്ടിണി കിടന്ന് അവൻ മരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ അവന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണ്, തോന്നുകയാണ്. അതുപോലെ തന്നെ ആ ഒരു വിശപ്പിനാൽ അവർ ആകെ ഒരു ഭ്രാന്തായ ഒരു അവസ്ഥയിലും അതുപോലെ തന്നെ അവൻ ആകെ വിഷമത്തിലാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മയുടെ സഹായത്തോടു കൂടിയുള്ള ആ ഒരു ചാട്ടത്തിൽ, അതല്ലെങ്കിൽ അമ്മ അവനെ ചാടിപ്പിക്കുന്നതിലൂടെ അവൻ പറക്കാൻ പഠിക്കുകയും അതിനുശേഷം അവൻ വളരെയധികം എക്സൈറ്റഡ് ആവുകയും വളരെയധികം ഹാപ്പി ആവുകയും വളരെയധികം ആനന്ദിക്കുകയും അവൻ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് 21 to 28. Answer any 4 questions, each in about 70 to 80 words. Each carries 5 scores. 21 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഏകദേശം ഒരു പേജോളം ആയിരിക്കണം നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗുപ്ത, on returning to India, narrates his experience of meeting Maggie and her family in London to his friends. Write the narration for Mr. Gupta. ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലണ്ടനിലുണ്ടായിരുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് വിവരിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്, മാഗിയെയും മാഗിയുടെ കുടുംബത്തെയും കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ അദ്ദേഹം ഇന്ത്യയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് വിവരിക്കുകയാണ്. റൈറ്റ് ദ നരേഷൻ ഫോർ മിസ്റ്റർ ഗുപ്ത. അങ്ങനെ മിസ്റ്റർ ഗുപ്ത വിവരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. അതായത് നമുക്കറിയാം, മിസ്റ്റർ ഗുപ്ത ലണ്ടനിൽ പോയ സമയത്ത് മാഗിയെയും മാഗിയുടെ കുടുംബത്തെയും കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് അവിടെ വെച്ച് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനോട് വിവരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കാര്യങ്ങളാണ് ഇതിലൂടെ നാം എഴുതേണ്ടത്. അതായത് മിസ്റ്റർ ഗുപ്ത പറയുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ നാം എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ റിയലി ഹാഡ് എ ടച്ചിങ് എക്സ്പീരിയൻസ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ വെച്ച് എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. One day, I met a poor English girl of 13 years old from a restaurant. ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. Her name was Alice Margaret Clifford, lovingly called Maggie. അവളുടെ പേര് അലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് ആയിരുന്നു. അവളെ സ്നേഹത്തോടെ വിളിക്കുന്നത് മാഗി എന്നായിരുന്നു. She was inquiring about me as she guessed I was an Indian. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് അവൾ സംശയിച്ച സമയത്ത് അവൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. Later, I met her and befriended her. പിന്നീട് അവളെ കണ്ടുമുട്ടുകയും ഞങ്ങൾ സുഹൃത്തുക്കളാകുകയും ചെയ്തു. She worked as a typist. അവളൊരു ടൈപ്പിസ്റ്റ് ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. She lived with her old widowed mother. വിധവയായ അവളുടെ അമ്മയുടെ കൂടെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. She invited me to her home to meet her mother, Mrs. Clifford. അവളുടെ അമ്മയായിട്ടുള്ള മിസ്സസ് ക്ലിഫോർഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. Her mother was earning money by making cakes. അവളുടെ അമ്മ പണം സമ്പാദിച്ചിരുന്നത് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. Her only brother Frank was a soldier in India. അവളുടെ ആകെയുള്ള സഹോദരനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. Maggie and her mother were very much excited to learn that I was an Indian. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. They thought that India is full of tigers, snakes and fevers. അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ മുഴുവൻ പാമ്പുകളും കടുവകളും അതുപോലെ തന്നെ അസുഖങ്ങളുമാണ് എന്നായിരുന്നു അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. They showed me a crystal ring sent by Frank from India. ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റൽ റിംഗ്, അതായത് ഒരു പളുങ്കു രൂപത്തിലുള്ള മോതിരം അവർക്ക് എനിക്ക് കാണിച്ചു തന്നു. They believed that it was a magic ring. അവർ വിശ്വസിച്ചിരുന്നത് ആ ഒരു പളുങ്കു മോതിരം ഒരു മാന്ത്രിക മോതിരമാണ് എന്നായിരുന്നു. They asked me to gaze into the ring to know the whereabouts of Frank. അങ്ങനെ ഫ്രാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ആ ഒരു റിങ്ങിൽ നോക്കുന്നതിന് വേണ്ടി അവർ എന്നോട് പറഞ്ഞു. When I couldn't see anything, they were very sad. അങ്ങനെ എനിക്ക് ആ ഒരു മോതിരത്തിൽ നോക്കിയ സമയത്ത് ഒന്നും കാണാൻ സാധിക്കാതിരുന്ന സമയത്ത് അവർ വളരെയധികം ദുഃഖിച്ചു. Later, one day, the mother became seriously ill because of her anxiety of her son. Maggie requested me to gaze at the ring and console her mother by saying that Frank was alive. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാൽ ആ ഒരു അമ്മക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖം പിടിപ്പെടുകയും ആ ഒരു സമയത്ത് മാഗി എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് ആ ഒരു റിങ്ങിൽ നോക്കിയിട്ട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയെ ആശ്വസിപ്പിക്കാനും വേണ്ടി മാഗി എന്നോട് റിക്വസ്റ്റ് ചെയ്തു. I did accordingly. This helped her to recover. അങ്ങനെ ഞാൻ മാഗി പറഞ്ഞ ആ ഒരു കാര്യം ചെയ്ത സമയത്ത് അമ്മയുടെ അസുഖം ഭേദമായി. After a few days, I received a postcard from Maggie informing her brother's death.
അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ മരണത്തെ അറിയിച്ചുകൊണ്ട് മാഗി എനിക്കൊരു പോസ്റ്റ് കാർഡ് അയച്ചു. ആക്ച്വലി ഹി വാസ് ഡൈഡ് ബിഫോർ ഐ വിസിറ്റ് ഹെർ ഹൗസ്. ആക്ച്വലി ഞാൻ അവളുടെ മാഗിയുടെ വീട് സന്ദർശിക്കുന്നതിന് മുമ്പേ തന്നെ അവളുടെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. സോ ഐ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് ദം ആൻഡ് റോട്ട് അബൌട്ട് മൈ ഡിപ്പാർച്ചർ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് അവരെ മാഗിയെയും മാഗിയുടെ അമ്മയെയും ഫേസ് ചെയ്യാൻ മടി തോന്നിയത് കൊണ്ട് തന്നെ എൻ്റെ ഇന്ത്യയിലേക്കുള്ള പുറപ്പെടലിനെ അറിയിച്ചുകൊണ്ട് ഞാൻ അവർക്കൊരു കത്തെഴുതി. ഓൺ ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ മാഗി കെയിം ടു സീ മീ. ഞാൻ പുറപ്പെടുന്ന സമയത്ത് മാഗി എന്നെ കാണാൻ വന്നു. ഷീ ഗേവ് മീ എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് വെൻ ഐ റീച്ച്ഡ് ഇന്ത്യ. അങ്ങനെ മാഗി എന്നെ സന്ദർശിച്ച സമയത്ത് അവൾ എനിക്കൊരു ഷില്ലിംഗ് നൽകുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഷില്ലിംഗ്? പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു. ആ ഒരു പൂക്കൾ അവളുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് ഞാൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അവളുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ പൂക്കൾ വെക്കുന്നതിന് വേണ്ടിയും ആ പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി മാഗി എനിക്കൊരു ഷില്ലിംഗ് നൽകി. ദാറ്റ് ടൈം ടിയേഴ്സ് ഓവർവെൽംഡ് മൈ ഐസ്. ആ ഒരു സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു. എ ഷില്ലിംഗ് വാസ് എ ലോട്ട് ഓഫ് മണി ഫോർ എ പുവർ ഗേൾ ലൈക്ക് ഹർ. അവളെപ്പോലെയുള്ള ഒരു പാവപ്പെട്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷില്ലിംഗ് എന്നത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. ബട്ട് ഐ റിസീവ്ഡ് ദ ഷില്ലിംഗ് ടു മേക്ക് ഹർ ഹാപ്പി. എന്നാൽ അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആ ഒരു ഷില്ലിംഗ്, മാഗി നൽകിയ ആ ഒരു ഷില്ലിംഗ് വാങ്ങുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഡീഡ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. പ്രവർത്തികളാണ് വാക്കുകളെക്കാൾ ഉറക്കെ സംസാരിക്കുന്നത്. അതായത് നമ്മുടെ വാക്കുകളെക്കാളൊക്കെ പ്രാധാന്യമുള്ളത് നമ്മുടെ പ്രവർത്തികൾക്കാണ്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിശദീകരിക്കുക. നമുക്കറിയാം ഡെത്ത് ദ ലെവലർ എന്ന ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നാം സംസാരിക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ ഏറെ പ്രാധാന്യമുള്ളത് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കാണ്. ഓക്കെ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതിന് ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് നാം സംസാരിക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ അധികം. അതായത് ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവർ വല്ലാതെ സംസാരിക്കുന്നുണ്ടാവും, എന്നാൽ അവരുടെ പ്രവർത്തികൾ ഒരുപക്ഷെ മോശമായേക്കാം. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. The next question. A.J. Cronin returns home after his voyage in റാണാഗഞ്ചി. റാണാഗഞ്ചിയിലെ ആ ഒരു യാത്രയ്ക്ക് ശേഷം A.J. ക്രോണിൻ വീട്ടിലേക്ക് പോവുകയാണ്, തിരികെ പോവുകയാണ്. He later makes a courtesy call to ഹസൻ. അദ്ദേഹം പിന്നീട് ഹസനെ നന്ദി അറിയിച്ചുകൊണ്ട് ഫോൺ വിളിക്കുകയാണ്. റൈറ്റ് എ ടെലിഫോൺ കോൺവെർസേഷൻ. ഓക്കെ, അവർ തമ്മിലുള്ള ആ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ തയ്യാറാക്കുക. ഓക്കെ, നമുക്കറിയാം ദ സിറാങ് ഓഫ് റാണാഗഞ്ചി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അതായത് നമുക്കറിയാം ലിവർപൂളിൽ നിന്ന് കൽക്കട്ട വരെയുള്ള റാണാഗഞ്ചി എന്ന ഒരു ഷിപ്പിൻ്റെ ആ ഒരു കപ്പലിൻ്റെ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുകയാണ്. അതായത് അതിലുള്ള ചില വർക്കേഴ്സിന് സ്മാൾ പോക്സ്, വസൂരി എന്ന മാരകമായിട്ടുള്ളൊരു പെട്ടെന്ന് സ്പ്രെഡാവുന്ന ഒരു അസുഖം പിടിപെടുകയും അങ്ങനെ ഡോക്ടർ A.J. ക്രോണിൻ ഹസൻ്റെ സഹായത്തോടു കൂടി ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ തിരികെ A.J. ക്രോണിൻ നാട്ടിലെത്തിയതിന് ശേഷം ആ ഒരു നന്ദി അറിയിച്ചുകൊണ്ട്, അതായത് ഹസൻ ആ ഒരു ഷിപ്പിൽ ചെയ്തിട്ടുള്ള ആ ഒരു സർവീസിന് നന്ദി അറിയിച്ചുകൊണ്ട് ഡോക്ടർ A.J. ക്രോണിൻ ഹസനെ വിളിക്കുന്ന ടെലിഫോൺ കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള ടെലിഫോൺ കോൺവെർസേഷനാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. Then next question.
ആസ് വി സ്റ്റുഡ് ടുഗെദർ, അങ്ങനെ നാം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്, ഐ സോ ദാറ്റ് ദ സെറാങ്സ് ചീക്സ് വെയർ വെറ്റ് വിത്ത് ടിയേഴ്സ്, സെറാങ്ങിൻ്റെ ചീക്സ് കവിളുകളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കണ്ണീര് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിളുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, വാട്ട് ട്രേറ്റ് ഓഫ് ഹസൻ ഈസ് ഹൈലൈറ്റഡ് ഇൻ ദിസ് ലൈൻ? മുകളിലുള്ള ഈ ഒരു വരിയിൽ ഹസൻ്റെ എന്ത് ഗുണത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്? നമുക്കറിയാം ഹസൻ്റെ സഹജീവികളോടുള്ള സ്നേഹത്തെയാണ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്, അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ, ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഓക്കെ, ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഹസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കഥയിലെ ദ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹസൻ. ദെൻ അദ്ദേഹമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടെയാണ് ഡോക്ടർ AJ ക്രോണിൻ ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷമകരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ നിയന്ത്രിക്കുന്നതും സ്മാൾ പോക്സ് എന്ന ആ ഒരു അസുഖത്തെ കൺട്രോൾ ചെയ്യുന്നതും ഹസൻ്റെ സഹായത്തോടു കൂടെയായിരുന്നു. ഓക്കെ, ഹസനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം വിരൂപനായിട്ടുള്ള മനുഷ്യനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ നല്ല ഒരു മനുഷ്യത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നമുക്കറിയാം ക്യാരക്ടർ സ്കെച്ച് നാം തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ആരുടെ ക്യാരക്ടർ സ്കെച്ചാണോ നാം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുകളിൽ ടൈറ്റിലായിട്ട് എഴുതുക. ദെൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പാരഗ്രാഫ് രൂപത്തിൽ എഴുതാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. The next question. To Sleep by William Wordsworth describes the poet's difficulty in falling asleep. ടു സ്ലീപ്പ് എന്ന ഒരു കവിതയിൽ കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറങ്ങാനുള്ള ഒരു ഡിഫിക്കൽട്ടി, പ്രയാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡസ് ഹി ഡിസ്ക്രൈബ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് സ്ലീപ്ലെസ് നൈറ്റ്? റൈറ്റ് എ ഷോർട്ട് എസ്സേ. ഉറങ്ങാൻ സാധിക്കാത്ത ആ ഒരു ദിവസങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഓക്കെ, ഇതിനെക്കുറിച്ച് ചെറിയ ഒരു എസ്സേ തയ്യാറാക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 5ാം യൂണിറ്റിൽ നിന്നുള്ള 2ാം ചാപ്റ്ററായ ടു സ്ലീപ്പ് എന്ന ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ടു സ്ലീപ്പ് എന്ന ഒരു കവിതയിലൂടെ വില്യം വേർഡ്സ്വർത്ത്, കവിയായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് പറയുന്നത് അദ്ദേഹത്തിന് 3 ദിവസത്തോളം ഉറങ്ങാൻ സാധിക്കാത്തതിനെ കുറിച്ചാണ്. അതായത് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അതായത് ഉറക്കം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കാത്ത ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു സമയത്ത്, അതായത് ഉറങ്ങാൻ കിടക്കുകയും ആ ഉറക്കം അദ്ദേഹത്തിന് അടുത്തേക്ക് വരാത്ത സമയത്ത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വരുന്ന ധാരാളം പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പിക്ചേഴ്സും ചിത്രങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു സമയത്ത് കേൾക്കുന്ന ശബ്ദങ്ങളും, ദെൻ അവസാനമായിട്ട് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ ഒരു കവിതയിലൂടെ, ടു സ്ലീപ്പ് എന്ന കവിതയിലൂടെ വില്യം വേർഡ്സ്വർത്ത് വിശദീകരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്ലീപ്ലെസ് ആയിട്ടുള്ള, അതായത് ഉറങ്ങാൻ കഴിയാത്ത ആ ദിവസങ്ങളെക്കുറിച്ച് ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം വിശദീകരിക്കുന്നതിനെ നമുക്ക് എസ്സേ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം.
Then next question, question number 26. The UN has declared Dr. APJ Abdul Kalam's birthday, October 15th, as World Students' Day. Prepare a write-up to be published in the UNESCO Journal on the topic Dr. Kalam's call to the youth to become a unique you. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ഒക്ടോബർ 15th ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ എ റൈറ്റപ്പ്, ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് ടു ബി പബ്ലിഷ്ഡ് ദ യുനെസ്കോ ജേണൽ, യുനെസ്കോയുടെ ഒരു പബ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യാനുള്ളതാണ് ആ ഒരു റൈറ്റപ്പ്. ഓൺ ദ ടോപ്പിക്, ആ ഒരു വിഷയം എന്താണ് ആ ഒരു റൈറ്റപ്പിൻ്റെ? ഡോക്ടർ കലാംസ് കോൾ ടു ദ യൂത്ത് ടു ബിക്കം യുണീക്ക് യു. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ യുവാക്കളോടുള്ള ആഹ്വാനത്തെക്കുറിച്ച് അദ്ദേഹം എന്തായിരുന്നു യുവാക്കളോട് ആഹ്വാനം ചെയ്തിരുന്നത്? ടു ബിക്കം യുണീക്ക് യു, യുണീക്ക് ആകുവാൻ, അതായത് അതുല്യരാകുവാൻ അദ്ദേഹം യുവാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു ആഹ്വാനത്തെക്കുറിച്ചാണ് ഇവിടെ റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു റൈറ്റപ്പ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. നമുക്കറിയാം ഐ വിൽ ഫ്ലൈ എന്നുള്ള ആ ഒരു ചാപ്റ്ററിലൂടെ, ആ ഒരു സ്പീച്ചിൻ്റെ അവസാനത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ യുണീക്ക് ആകുന്നതിനെക്കുറിച്ച്, അതായത് അതുല്യരാകുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരെ ഫോളോ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള വഴിയിലൂടെ യുണീക്ക് ആകുന്നതിനെക്കുറിച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടു ഓണർ ഹസൻ. രണഗഞ്ചി എന്ന ഒരു ഷിപ്പിൻ്റെ, ആ ഒരു കപ്പലിൻ്റെ യാത്രയുടെ അവസാനത്തിൽ അതിലെ ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഒരു മീറ്റിംഗ്? ടു ഓണർ ഹസൻ, ഹസനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം ഹസൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഹസനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അതിലെ ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. രണഗഞ്ചി എന്ന ഷിപ്പിലെ ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. Then, as a chief guest, Hassan talks about the difficulties that they had successfully overcome. ആ ഒരു മീറ്റിങ്ങിലെ ചീഫ് ഗസ്റ്റ് എന്ന നിലയ്ക്ക് ഹസൻ സംസാരിക്കുകയാണ്. ഓക്കെ, ഹസൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ടോക്സ് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് ദേ ഹാഡ് സക്സസ്ഫുള്ളി ഓവർകം. അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓവർകം ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസിനെ കുറിച്ച്, അതായത് ബുദ്ധിമുട്ടിനെ കുറിച്ച്. നമുക്കറിയാം സ്മാൾ പോക്സ് എന്ന ഒരു അസുഖം കപ്പലിൽ പിടിപെടുകയും അങ്ങനെ ഹസനും ഡോക്ടർ എ ജെ ക്രോണിനും കൂടെ അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഹസൻ സംസാരിക്കുന്നത്. ദെൻ ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്, ആ ഒരു പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതായത് ഹസൻ ആ ഒരു സമയത്ത് സംസാരിക്കുന്ന ആ ഒരു സ്പീച്ച് തയ്യാറാക്കുക. ഓക്കെ, നമുക്കറിയാം ദ സെറാങ് ഓഫ് രണഗഞ്ചി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. രണഗഞ്ചി എന്നൊരു ഷിപ്പിൻ്റെ യാത്രയിൽ, അതായത് ലിവർപൂൾ മുതൽ കൽക്കട്ട വരെയുള്ള അവരുടെ യാത്രയിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അതായത് സ്മാൾ പോക്സ് എന്ന ഒരു അസുഖം പിടിപെടുകയും അങ്ങനെ ഹസൻ്റെ സഹായത്തോടു കൂടെ അതിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ എ ജെ ക്രോണിൻ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇതിൻ്റെ പേരിൽ ഹസനെ അവർ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. ആ ഒരു മീറ്റിങ്ങിൽ ഹസന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നാം എഴുതേണ്ടത്. ഓക്കെ, ഹസൻ്റെ സ്പീച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹസൻ്റെ സ്പീച്ച് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് ഹസനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങളൊന്നും അദ്ദേഹം ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഓക്കെ, അദ്ദേഹം പണമോ അതല്ലെങ്കിൽ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സ്പീച്ചിലൂടെ നമുക്ക് എഴുതാം. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ഹസൻ്റെ സ്പീച്ച് തയ്യാറാക്കാം.
The next question. Given below is a flow chart for COVID-19 testing based on symptoms. Prepare a report. സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ COVID-19 ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ റിപ്പോർട്ട്. ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് താഴെ തന്നിരിക്കുന്ന ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം കാണുന്ന സമയത്ത് നമുക്കറിയാം ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ റിപ്പോർട്ട് നാം എഴുതി തയ്യാറാക്കുകയും ചെയ്യുക. ഓക്കെ, ഈ ഒരു ചാർട്ട് നമുക്ക് പരിശോധിക്കാം. എനി ടൈപ്പ് ഓഫ് ഫീവർ, ത്രോട്ട് പെയിൻ, ബോഡി പെയിൻ. ഏതെങ്കിലും തരത്തിലുള്ള ഫീവർ, പനി, ത്രോട്ട് പെയിൻ, തൊണ്ടവേദന, ദെൻ ബോഡി പെയിൻ, ശരീരവേദന ഉണ്ടെങ്കിൽ സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ സ്റ്റേ ചെയ്യുക, അതായത് പുറത്തേക്ക് പോകരുത്. ദെൻ ടെസ്റ്റ് ഫോർ COVID-19, COVID-19 വേണ്ടി ടെസ്റ്റ് ചെയ്യുക. ദെൻ സ്റ്റേ അറ്റ് ഹോം ടിൽ യു ഗെറ്റ് യുവർ റിസൾട്ട്സ് ഈവൻ ഇഫ് യു ഫീൽ ബെറ്റർ. നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ ഭേദമായാലും റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുക. ദെൻ ടെസ്റ്റ് റിസൾട്ട്, അങ്ങനെ റിസൾട്ട് ലഭിക്കുകയാണ്. ദെൻ ആ റിസൾട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ കൺഫേംഡ് COVID-19 ഐസൊലേഷൻ, അതായത് COVID-19 കൺഫേം ആയിട്ടുണ്ട്. ദെൻ ഐസൊലേഷനിലായിരിക്കണം. ദെൻ ക്ലോസ് കോൺടാക്ട്സ് ഇൻ ക്വാറൻറ്റൈൻ, അവരുമായി ബന്ധപ്പെട്ട, അത് ഈ രോഗിയുമായി ബന്ധപ്പെട്ട അവരും ക്വാറൻറ്റൈനിൽ ആയിരിക്കണം. ദെൻ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ്, ആ റിസൾട്ട് നെഗറ്റീവ് ആവുകയാണെങ്കിൽ സ്റ്റേ ഹോം ടേക്ക് റെസ്റ്റ് അണ്ടിൽ സിംറ്റംസ് ആർ ഗോൺ, ലക്ഷണങ്ങൾ ഭേദമാകുന്നതുവരെ വീട്ടിൽ തന്നെ കഴിയുക. ദെൻ ക്ലോസ് കോൺടാക്ട്സ്, ഇവരുമായി ബന്ധപ്പെട്ട ക്ലോസ് കോൺടാക്ട്സുള്ള ആളുകൾ നീഡ് നോ ക്വാറൻറ്റൈൻ, എന്തിനാവശ്യമില്ല, ക്വാറൻറ്റൈൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ടിൽ തന്നിട്ടുള്ളത് COVID-19 ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെ ടെസ്റ്റിന് ശേഷം നാം ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു ചാർട്ടിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാനാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അതിൻ്റെ ടൈറ്റിൽ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് രൂപത്തിൽ എഴുതുകയും ചെയ്യുക. ഓക്കെ, ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. The next question. Questions 29 to 32. Answer any two in about 100 words. Each carries 6 score. 29 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരത്തിനും 6 മാർക്ക് വീതം. ഓക്കെ, 6 മാർക്കിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് മിനിമം ഒരു പേജെങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29. സുരാജ് വെഞ്ഞാറമൂട്, ദ സിനി ആക്ടർ, ബാഗ്ഡ് ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദി ബെസ്റ്റ് ആക്ടർ ഇൻ 2020 ഫോർ ഹിസ് റോൾ ഇൻ ദ മൂവി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. യു ഗെറ്റ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ ഹിം. പ്രിപ്പയർ 6 questions ഫോർ ദ ഇൻ്റർവ്യൂ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ഫിലിമിൽ അഭിനയിച്ചതിന് സുരാജ് വെഞ്ഞാറമൂടിന് സംസ്ഥാന ഫിലിം അവാർഡ് ലഭിക്കുകയുണ്ടായി. 2020 സംസ്ഥാന ഫിലിം അവാർഡ് ലഭിക്കുകയുണ്ടായി. ദെൻ യു ഗെറ്റ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ ഹിം. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രിപ്പയർ 6 questions ഫോർ ദ ഇൻ്റർവ്യൂ. ആ ഒരു ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന 6 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, ഇതിന് മുമ്പെയുള്ള ക്ലാസ്സുകളിലൂടെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നടത്തുന്ന ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റാവുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഏകദേശം എല്ലാ ചോദ്യങ്ങളും ഈ ഒരു അവസരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മോട് 6 ചോദ്യങ്ങളാണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പറ്റാവുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം എക്സാം എഴുതുന്ന സമയത്ത് എത്ര ചോദ്യങ്ങളാണോ നമ്മോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും ചോദ്യങ്ങൾ എഴുതുക. ഇവിടെ സുരാജ് വെഞ്ഞാറമൂടുമായി നാം നടത്തുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ ടെക്സ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള 6 ചോദ്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള 6 ചോദ്യങ്ങൾ നമുക്ക് ആൻസറായിട്ട് എഴുതാം. Then next question. Question number 30. The lockdown has confined us to our homes.
ലോക്ക്ഡൗൺ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ജീവിതം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ആക്റ്റീവ്. എന്നാൽ നാം ശാരീരികമായിട്ട് ആക്റ്റീവ് ആവേണ്ടതും ഫിറ്റ് ആവേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റൈറ്റ് എ മാഗസിൻ ആർട്ടിക്കിൾ ഓൺ ദ ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഫോർ ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തിന് ശാരീരികമായിട്ടുള്ള വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു മാഗസിൻ ആർട്ടിക്കിൾ തയ്യാറാക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഓക്കെ, ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് നാം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ടൈറ്റിലാണ്. ഇവിടെയുള്ള ടൈറ്റിൽ ടോപ്പിക് എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഫോർ ഗുഡ് ഹെൽത്ത്. ഓക്കെ, ഇത് ടൈറ്റിലായിട്ട് എഴുതുക. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാരഗ്രാഫ് രൂപത്തിൽ എഴുതുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാം. ഈ ഒരു ആർട്ടിക്കിളിലൂടെ നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നാം ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടണം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ. Then next question. Question number 31. Your younger brother is at your aunt's house. നിങ്ങളുടെ ചെറിയ സഹോദരൻ നിങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലാണ്. Write a letter to him giving him tips on growing up to become a good man. എങ്ങനെ നല്ല ഒരു മനുഷ്യനായി വളരാം എന്നതിൻ്റെ ടിപ്സുകൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ അവന് ഒരു ലെറ്റർ എഴുതുക. You may refer to the ideas from the poem Eve by Rudyard Kipling. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഈഫ് എന്ന കവിതയെ പരാമർശിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ലെറ്റർ തയ്യാറാക്കാം. ഓക്കെ, ചോദ്യം ഒരു ലെറ്റർ തയ്യാറാക്കാനാണ്. ആർക്കാണ് നാം ആ ഒരു ലെറ്റർ അയക്കുന്നത്? നമ്മുടെ ഇളയ സഹോദരനാണ്. ഓക്കെ, എന്തിനെക്കുറിച്ചാണ് ഈ ലെറ്റർ എഴുതുന്നത്? എങ്ങനെ നല്ല ഒരു മനുഷ്യനായിട്ട് വളരാം എന്നതിൻ്റെ ടിപ്സുകൾ അറിയിച്ചുകൊണ്ടാണ് നാം നമ്മുടെ അനിയന് ഈ ലെറ്റർ അയക്കുന്നത്. അതായത് ആൻറ്റിയുടെ വീട്ടിലുള്ള നമ്മുടെ അനിയനാണ് ഈ ലെറ്റർ നാം അയക്കുന്നത്. ഓക്കെ, ഈ ലെറ്ററിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങൾ, അതായത് ഈഫ് എന്ന കവിതയിലൂടെ റുഡിയാർഡ് കിപ്ലിംഗ് പറയുന്നുണ്ട് എങ്ങനെ പെർഫെക്റ്റായ ഒരു മനുഷ്യനായി വളരാം എന്നതിനെക്കുറിച്ച് റുഡിയാർഡ് കിപ്ലിംഗ് ധാരാളം കാര്യങ്ങൾ ആ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ലെറ്ററിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് ആ ഒരു ലെറ്റർ തയ്യാറാക്കാം. ഇവിടെ നമുക്കറിയാം പേഴ്സണൽ ലെറ്ററാണ്, അതായത് ഫ്രണ്ട്ലി ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ ചോദിച്ചറിയാം. ദെൻ അടുത്തതായിട്ട് നാം പറയേണ്ടത് നമ്മുടെ സഹോദരനോടുള്ള നമുക്കുള്ള ഉപദേശമാണ്. അതായത് എങ്ങനെ പെർഫെക്റ്റായ ഒരു മനുഷ്യനായിട്ട് വളരാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈഫ് എന്ന കവിതയിലൂടെ റുഡിയാർഡ് കിപ്ലിംഗ് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. Then next question. Question number 32. I feel ashamed to face Mrs. Clifford. So I wrote a letter to them announcing my departure and bidding them goodbye. എനിക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ, അതായത് നേരിട്ട് കാണാൻ മടിയായതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയപ്പം അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് ഗുഡ് ബൈ അറിയിച്ചുകൊണ്ടും ഞാൻ അവർക്കൊരു കത്ത് എഴുതി. These are Gupta's words in the story The Price of Flowers. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയിലെ കഥാപാത്രമായിട്ടുള്ള മിസ്റ്റർ ഗുപ്തയുടെ വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ ചോദ്യം ഇതാണ്. റൈറ്റ് എൻ ഇമെയിൽ ദാറ്റ് ഗുപ്ത വുഡ് ഹാവ് റിട്ടൺ ടു മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് ക്ലിഫോർഡിന് മിസ്റ്റർ ഗുപ്ത എഴുതിയേക്കാവുന്ന ഒരു ഇമെയിൽ എഴുതി തയ്യാറാക്കുക. ഓക്കെ, നമുക്കറിയാം ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന കഥയുടെ അവസാന ഭാഗത്ത് മിസ്റ്റർ ഗുപ്തക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ നേരിട്ട് പോയി കാണാൻ അദ്ദേഹത്തിന് മടി തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം മിസ്സിസ് ക്ലിഫോർഡിനോട് ചില കളവുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം കളവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഒരു കളവ് അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്നുള്ളത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മിസ്റ്റർ ഗുപ്തക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ നേരിട്ട് പോയി കാണാൻ മടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുറപ്പെടലിനെക്കുറിച്ച്, അതായത് ഇന്ത്യയിലേക്ക് അദ്ദേഹം ലണ്ടനിൽ നിന്ന് പുറപ്പെടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ലെറ്റർ അയക്കുകയാണ്. നേരിട്ട് പോയി പറയാതെ ഒരു ലെറ്റർ അയക്കുകയാണ്. ദെൻ സപ്പോസ് അദ്ദേഹം ഒരു ഇമെയിലാണ് അയക്കുന്നത് എങ്കിൽ, അതായത് മിസ്റ്റർ ഗുപ്ത
മിസ്സിസ് ക്ലിഫോർഡിന് ഒരു ഇമെയിലാണ് അയക്കുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഇമെയിലിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതായത് മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിന് അയക്കുന്ന ഒരു ഇമെയിൽ, അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അയക്കുന്ന ഒരു ഇമെയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഇമെയിൽ എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത് ടു അഡ്രസ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആർക്കാണോ നാം ആ ഒരു ഇമെയിൽ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ സബ്ജക്റ്റും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഈ ഒരു ഇമെയിൽ, അത് ഒരു സബ്ജക്റ്റായിട്ട് എഴുതുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് എഴുതാം clifford@gmail.com. ദെൻ സബ്ജക്റ്റ് റിട്ടേണിംഗ് ടു ഇന്ത്യ. ദെൻ ഇതൊരു ഫ്രണ്ട്ലി ഇമെയിൽ ആയതുകൊണ്ട് തന്നെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇമെയിൽ തുടങ്ങാം. ദെൻ അദ്ദേഹത്തിൻ്റെ ക്ഷമാപണവും നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതായത് അദ്ദേഹം ആ ഒരു കളവ് പറഞ്ഞതിൽ അദ്ദേഹത്തിനുള്ള ക്ഷമാപണവും അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇമെയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ മിസ്റ്റർ ഗുപ്തയുടെ ഇമെയിൽ തയ്യാറാക്കാം. Then next question. Questions 33 to 38. Answer any 3 in 120 words. Each carries 8 scores. 33 മുതൽ 38 വരെയുള്ള ചോദ്യങ്ങളിൽ, അതായത് ഈ ഒരു 6 ചോദ്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള 3 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുക. ഓരോ ചോദ്യത്തിനും 8 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുന്ന സമയത്ത് മിനിമം ഒരു 2 പേജെങ്കിലും ആ ഒരു ആൻസർ എഴുതാൻ ശ്രമിക്കുക. 2 പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേജിൻ്റെ 2 പുറം എന്നുള്ളതാണ്. ഓക്കെ, മിനിമം അത്രയെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. Question number 33. You visited a hill station during your summer holidays. Write a travel essay to be published in your school magazine about the place you visited. നിങ്ങളുടെ സമ്മർ ഹോളിഡേയ്സിൽ നിങ്ങളൊരു ഹിൽ സ്റ്റേഷൻ, അതായത് കുന്നുകൾ നിറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. Write a travel essay to be published in your school magazine about the place you visited. റൈറ്റ് എ ട്രാവൽ എസ്സേ, ഒരു ട്രാവൽ എസ്സേ അതായത് ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ, നിങ്ങളുടെ സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി. എബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ്, നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തെക്കുറിച്ച്, അതായത് നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള അതല്ലെങ്കിൽ നിങ്ങൾ സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. എന്തിനു വേണ്ടിയാണ് ഒരു യാത്രാ വിവരണം? ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ, നിങ്ങളുടെ സ്കൂൾ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ഒരു ട്രാവൽ എസ്സേ അതായത് ട്രാവലോഗ് അതായത് യാത്രാ വിവരണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ദെൻ ക്വസ്റ്റ്യൻ ഹിൻസ് തന്നിട്ടുണ്ട്, അതായത് സൂചനകൾ തന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ്, നാം സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിശദീകരണം. ദ ജേണി ദെയർ ആൻഡ് ബാക്ക്, അങ്ങോട്ടുള്ള യാത്രയും അതുപോലെ തിരിച്ചുള്ള യാത്രയെക്കുറിച്ചും. ദെൻ ക്ലൈമറ്റ്, ആ ഒരു സ്ഥലത്തിൻ്റെ കാലാവസ്ഥ. ദെൻ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, നാം സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം. ദെൻ സ്പെഷ്യൽ അട്രാക്ഷൻസ്, നാം സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തുള്ള ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ട്രാവൽ എസ്സേയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഒരു ട്രാവൽ എസ്സേ അതായത് ഒരു യാത്രാ വിവരണം നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതി തയ്യാറാക്കാം. ഓക്കെ, ട്രാവലോഗ് എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആകർഷണീയമായിട്ടുള്ളൊരു ടൈറ്റിൽ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും യാത്രയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു കോഴ്സും ആ ഒരു ട്രാവലോഗിൽ ഉൾപ്പെടുത്താം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു ട്രാവലോഗ് എഴുതി തയ്യാറാക്കാം. ഓക്കെ, ഈ ഒരു ട്രാവലോഗ് നാം ഇതിനു മുമ്പെയുള്ള ക്ലാസ്സിലൂടെ വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവലോഗുമായി ബന്ധപ്പെട്ട് ഏതൊരു ചോദ്യം വരികയാണെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ആൻസറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ഒരു ട്രാവലോഗ് എഴുതി തയ്യാറാക്കാം. ഒരു യാത്രാ വിവരണം തയ്യാറാക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതായത് ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ദെൻ അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും, ദെൻ നാം എങ്ങനെയാണ് ആരോട് കൂടെയാണ് അതുപോലെ തന്നെ ഏത് സമയത്താണ് നാം പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ട്രാവലോഗിൽ ഉൾപ്പെടുത്താം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. Almost all children have access to phones and internet in present times. ഇക്കാലത്ത് എല്ലാ കുട്ടികൾക്കും ഫോണുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ആക്സസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബട്ട് ദീസ് സംടൈംസ് ഡു മോർ ഹാം ദാൻ ഗുഡ്. എന്നാൽ പലപ്പോഴും അധിക സമയങ്ങളിലും ഗുണങ്ങളെക്കാളേറെ ഉപദ്രവമാണ് ഇവയെക്കൊണ്ട് ഉള്ളത്. അതായത് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഫോണുകളെ കൊണ്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളെക്കാൾ അധികം ദോഷങ്ങളാണ് കൂടുതൽ സമയങ്ങളിലും ലഭിക്കാറുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓൺ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസ് ബൈ ചിൽഡ്രൻ.
റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ പത്രത്തിൻ്റെ ഒരു എഡിറ്റർക്ക് ഒരു ലെറ്റർ തയ്യാറാക്കാനാണ്. ഓൺ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസ് ബൈ ചിൽഡ്രൻ. കുട്ടികൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്റർ ടു ദ എഡിറ്റർ തയ്യാറാക്കുവാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലെറ്റർ ടു ദ എഡിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്, അതായത് ഇതൊരു ഫോർമൽ ലെറ്ററാണ്. ഓക്കെ, എഴുതുന്ന സമയത്ത് ഫ്രം അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ടു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ദെൻ സല്യൂട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ നമുക്ക് ഈ രൂപത്തിൽ എഴുതി തയ്യാറാക്കാം. ലെറ്റർ ടു ദ എഡിറ്റർ നാം തയ്യാറാക്കുന്ന സമയത്ത് മുകളിൽ ടൈറ്റിലായിട്ട് എഴുതുക ലെറ്റർ ടു ദ എഡിറ്റർ. ദെൻ ഫ്രം അഡ്രസ്, അതായത് ആരാണോ ഈ ലെറ്റർ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. ദെൻ ഇവിടെ അനു 3 സ്റ്റാർ ഹൗസ് കാലിക്കറ്റ്. ദെൻ ഫ്രം അഡ്രസ്സിന് ശേഷം അന്നത്തെ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നാം ആ ഒരു ലെറ്റർ എഴുതുന്നത് അന്നത്തെ ഡേറ്റ്. ദെൻ അതിന് താഴെയായിട്ട് ടു അഡ്രസ്സ്, അതായത് ഏത് പത്രത്തിൻ്റെ പത്രാധിപർക്കാണ് എഡിറ്റർക്കാണ് നാം ആ ഒരു ലെറ്റർ അയക്കുന്നത് അവരുടെ അഡ്രസ്സ്. ദെൻ സബ്ജക്റ്റ്, ഏത് വിഷയത്തെക്കുറിച്ചാണ് നാം ഈ ഒരു ലെറ്റർ എഴുതുന്നത്, ആ ഒരു വിഷയം, ആ ഒരു ടോപ്പിക്. നമുക്കറിയാം ഇവിടെ നാം എഴുതുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ് യൂസ് ബൈ ചിൽഡ്രൻ. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ നാം തയ്യാറാക്കുന്നത്. ദെൻ സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് സർ. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ കണ്ടന്റ് പാർട്ട് ഓഫ് ദ ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തിൽ നാം എഴുതി തയ്യാറാക്കേണ്ടത് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇവിടെ നാം എഴുതേണ്ടത് വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ കുട്ടികൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അധികമായിട്ടും ദോഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ കണ്ടന്റ് ഭാഗം തയ്യാറാക്കാം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ തയ്യാറാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. The Sacred Turtles of Kandau describes the story of two women who had been attacked by outsiders. പുറമേ നിന്നുള്ള ആളുകളാൽ അറ്റാക്ക് ചെയ്യപ്പെട്ട, ആക്രമിക്കപ്പെട്ട 2 സ്ത്രീകളുടെ കഥ ദ സേക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ചാപ്റ്റർ വിശദീകരിക്കുന്നുണ്ട്. ദെൻ ഡു യു തിങ്ക് വിമൻ ഇൻ അവർ സൊസൈറ്റി ടു ഫേസ് സിമിലർ പ്രോബ്ലംസ്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് യു വിൽ ഡെലിവർ ഇൻ യുവർ സ്കൂൾ അസംബ്ലി ഓൺ വിമൻസ് ഡേ ഓൺ ദ ടോപ്പിക് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ അവർ സൊസൈറ്റി. ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്, ഒരു പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. യു വിൽ ഡെലിവർ ഇൻ യുവർ സ്കൂൾ അസംബ്ലി ഓൺ വിമൻസ് ഡേ, വനിതാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ നടത്തുന്ന ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഓക്കെ, ആ ഒരു സ്പീച്ചിൻ്റെ ടോപ്പിക് എന്താണ്? പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ആ ഒരു സ്പീച്ച് നാം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സ്പീച്ചാണ് നാം തയ്യാറാക്കേണ്ടത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നാം സംസാരിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് നാം തയ്യാറാക്കേണ്ടത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു ആൻസർ എഴുതി തയ്യാറാക്കാം. അതായത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സ്പീച്ച്. ഓക്കെ, വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ആ ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് ഈ രൂപത്തിൽ എഴുതി തയ്യാറാക്കാം. Then next question number 36. Kerala has faced many disasters like floods, landslides and epidemics in recent times. കേരളം ഈയിടെയായിട്ട് ധാരാളം ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതായത് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ദെൻ ലാൻഡ് സ്ലൈഡ്സ്, ഉരുൾപൊട്ടൽ, ദെൻ എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ തുടങ്ങിയ ധാരാളം ദുരന്തങ്ങൾ ഈയിടെയായിട്ട് കേരളം നേരിട്ടിട്ടുണ്ട്. However, we have always overcome the crisis successfully. ഈ ഒരു ദുരന്തങ്ങളൊക്കെ എല്ലാ സമയത്തും വളരെ വിജയകരമായിട്ട് തന്നെ നാം തരണം ചെയ്തിട്ടുണ്ട്. Then question ഇതാണ്, write an article to be published in the newspaper on the topic be prepared to face any disaster. Write an article to be published in the newspaper. ന്യൂസ്പേപ്പറിൽ അതായത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആർട്ടിക്കിൾ എഴുതി തയ്യാറാക്കുക. ടോപ്പിക് എന്താണ്, വിഷയം എന്താണ്? ബി പ്രിപ്പയർഡ് ടു ഫേസ് എനി ഡിസാസ്റ്റർ. ഏതൊരു ദുരന്തത്തെയും നേരിടുന്നതിന് വേണ്ടി തയ്യാറാവുക. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നാം ആർട്ടിക്കിൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ചോദ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ആർട്ടിക്കിൾ എഴുതി തയ്യാറാക്കാനാണ്. വിഷയം എന്താണ്? ബി പ്രിപ്പയർഡ് ടു ഫേസ് എനി ഡിസാസ്റ്റർ. ഏതൊരു ദുരന്തത്തെയും നേരിടുന്നതിന് വേണ്ടി തയ്യാറാവുക. ഓക്കെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നാം ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ഈ രൂപത്തിൽ നമുക്ക് ആർട്ടിക്കിൾ തയ്യാറാക്കാം.
ഓക്കെ, ഒരു ആർട്ടിക്കിൾ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടൈറ്റിൽ എഴുതുക. ഓക്കെ, ഇവിടെ ടൈറ്റിലായിട്ട് നമുക്ക് എഴുതാം ബി പ്രിപ്പയർ ടു ഫേസ് എനി ഡിസാസ്റ്റർ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ആർട്ടിക്കിളിൽ നാം ഉൾപ്പെടുത്തുക. അതായത് ദുരന്തങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചും ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടി നാം തയ്യാറാകുന്നതിനെക്കുറിച്ചും നമുക്കൊരു ആർട്ടിക്കിൾ ഈ രൂപത്തിൽ എഴുതി തയ്യാറാക്കാം. Then next question number 37. A seminar is to be conducted in your class on the topic the relevance of Gandhian values in the present time. You are one of the participants. Write the paper for the seminar. A seminar is to be conducted in your class on the topic. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ഏതാണ് ടോപ്പിക്? എന്താണ്? ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. വർത്തമാനകാലത്ത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രസക്തി. ഓക്കെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ദെൻ യു ആർ വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ആ ഒരു പ്രോഗ്രാമിൽ, ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ. ദെൻ റൈറ്റ് ദ പേപ്പർ ഫോർ ദി സെമിനാർ. ആ ഒരു പ്രോഗ്രാമിലേക്കുള്ള സെമിനാർ പേപ്പർ എഴുതി തയ്യാറാക്കുക. അതായത് വർത്തമാനകാലത്ത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ക്ലാസ്സിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ദെൻ ആ ഒരു പ്രോഗ്രാമിൽ, ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നവരിൽപ്പെട്ട ഒരാളാണ് നാം. ദെൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് വർത്തമാനകാലത്ത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക. ഓക്കെ, ഇതാണ് ചോദ്യം. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു സെമിനാർ പേപ്പർ നാം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നാം എഴുതേണ്ടത് ടൈറ്റിലാണ്. അതായത് ഏത് വിഷയത്തെക്കുറിച്ചാണോ ആ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത് അത് നമുക്ക് ടൈറ്റിലായിട്ട് എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ്. ഇനി ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിൽ നമുക്കുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സെമിനാർ പേപ്പർ തുടങ്ങാം. ഓക്കെ, ഇനി ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ വാല്യൂസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. വർത്തമാനകാലത്ത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കുക. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2ാം യൂണിറ്റിൽ നിന്നുള്ള 1ാം ചാപ്റ്ററായ ആൻഡ് ദെൻ ഗാന്ധി കെം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സെമിനാർ പേപ്പറിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് സെമിനാർ പേപ്പർ തയ്യാറാക്കാം. Then next question number 38. Read the following poem and write an appreciation. താഴെ തന്നിരിക്കുന്ന ഒരു കവിത വായിക്കുകയും അതിൻ്റെ അപ്രിസിയേഷൻ തയ്യാറാക്കുകയും ചെയ്യുക. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇങ്ങനെയുള്ള ഒരു ചോദ്യം നാം കാണുന്ന സമയത്ത്, അതായത് അപ്രിസിയേഷൻ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കവിത നാം കാണുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആ ഒരു കവിതയുടെ ടൈറ്റിൽ, അതുപോലെ തന്നെ ആ ഒരു കവിത എഴുതിയിട്ടുള്ള കവിയുടെ പേര്, ഇവ രണ്ടുമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ കവിതയുടെ ടൈറ്റിൽ തന്നിട്ടില്ല. ഇങ്ങനെ ടൈറ്റിൽ തരാത്ത കവിതകളാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു കവിതയുടെ ആദ്യ ലൈൻ, അതായത് ഇവിടെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്, അതാണ് ഈ ഒരു കവിതയുടെ ടൈറ്റിലായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എമിലി ഡിക്കിൻസൺ. ദെൻ അടുത്തതായിട്ട് നാം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു കവിത നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു കവിതയിലേക്ക് പ്രവേശിക്കാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ടു കോംപ്രഹെൻഡ് എ നെക്ടർ റിക്വയേഴ്സ് സോറസ്റ്റ് നീഡ്. കൗണ്ട് മീൻസ് കണക്കാക്കുക, വിലമതിക്കുക. ദെൻ തേർഡ് ലൈൻ കോംപ്രഹെൻഡ് മീൻസ് ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക, അതായത് മനസ്സിലാക്കുക. ദെൻ ഫോർത്ത് ലൈൻ സോറസ്റ്റ് നീഡ് മീൻസ് തീവ്രമായ ആവശ്യം. ദെൻ സെക്കൻഡ് സ്റ്റാൻസ, നോട്ട് വൺ ഓഫ് ഓൾ ദ പീപ്പിൾ host who took the flag today can tell the definition so clear of victory. ഫസ്റ്റ് ലൈൻ purple host means വിജയിച്ച പടയാളികൾ, അതായത് ഒരു യുദ്ധത്തിൽ എതിരാളികളെ പരാജയപ്പെടുത്തുകയും അവരുടെ പതാക കൈക്കലാക്കുകയും ചെയ്തിട്ടുള്ള വിജയിച്ച പടയാളികൾ. Then the third stanza, as he defeated dying on whose forbidden ear the distant strains of triumph burst agonized and clear. First line defeated means പരാജയപ്പെട്ട. Then second line forbidden means വിലക്കപ്പെട്ട.
ദെൻ സ്ട്രെയിൻ മീൻസ് അതിപ്രയത്നം, അതികഠിനമായിട്ടുള്ള പ്രയത്നം. ദെൻ ട്രയംഫ് മീൻസ് വിജയം. ദെൻ ബേസ്റ്റ് പൊട്ടിത്തെറിക്കുക. ദെൻ അഗനൈസ്ഡ് മീൻസ് വേദന, പെയിൻ. ഓക്കെ, ഈ ഒരു കവിതയെ നമുക്ക് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കാം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ഒരിക്കലും വിജയിക്കാത്തവരാണ് വിജയത്തെ ഏറ്റവും മധുരമായിട്ട് കണക്കാക്കുന്നത്. അതായത് വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്നത് ഇതുവരെ വിജയിക്കാത്തവർക്കായിരിക്കും. അവരുടെ മനസ്സിലായിരിക്കും വിജയത്തെക്കുറിച്ച് ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുക. ദെൻ ടു കോംപ്രഹെൻഡ് എ നെക്ടർ റിക്വയേഴ്സ് സോറസ്റ്റ് നീഡ്. തേനിൻ്റെ യഥാർത്ഥ മധുരം നുകരാൻ, അതല്ലെങ്കിൽ തേനിൻ്റെ യഥാർത്ഥ മധുരം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് സോറസ്റ്റ് നീഡ്, അത് വലിയ ഒരു കഠിനമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കണം, അതല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ആവശ്യമാകുന്ന സമയത്തായിരിക്കും അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നാം മനസ്സിലാക്കുന്നത്. അതായത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ഒരാൾക്കായിരിക്കും അതിൻ്റെ യഥാർത്ഥ വാല്യൂ, ആ ഒരു സംഭവം കിട്ടുന്ന സമയത്ത് യഥാർത്ഥമായിട്ട് അത് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിൽ കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർക്കും അതുപോലെ തന്നെ പരാജയപ്പെട്ടവർക്കുമായിരിക്കും യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്. ദെൻ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. നോട്ട് വൺ ഓഫ് ഓൾ ദ പീപ്പിൾ ഹോസ്റ്റ് ഹു ടുക്ക് ദ ഫ്ലാഗ് ടുഡേ can tell the definition so clear of victory. ഇന്ന് വിജയത്തിൻ്റെ പതാക എടുത്ത ഒരാൾക്ക് പോലും, അതല്ലെങ്കിൽ വിജയത്തിൻ്റെ പതാക ഏന്തിയ, യുദ്ധത്തിൽ വിജയത്തിൻ്റെ പതാക ഏന്തിയ ഒരാൾക്ക് പോലും യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ നിർവചനം പറയാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ യഥാർത്ഥ വിജയത്തിൻ്റെ വാല്യൂ പറയാൻ അവർക്ക് സാധിക്കില്ല. നമുക്കറിയാം, യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് പരാജയപ്പെടുകയും അതുപോലെ തന്നെ അതേസമയം തന്നെ മറ്റൊരു ഗ്രൂപ്പ് എതിരാളികൾ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ വിജയിക്കുന്ന സമയത്ത് അവർ വിജയത്തിൻ്റെ കൊടികൾ കയ്യിലേന്തിയിട്ടുണ്ടായിരിക്കും. എന്നാൽ കവി പറയുകയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ആ ഒരു വിജയത്തിൻ്റെ, യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ള ആ ഒരു വിക്ടറിയുടെ വില ഒരിക്കലും വിജയ പതാക ഏന്തിയ അവർക്ക് അതിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കില്ല എന്നാണ് കവി പറയുന്നത്. പിന്നെ ആർക്കായിരിക്കും ഒരു യുദ്ധത്തിലെ യഥാർത്ഥ വിജയത്തിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്? As he defeated dying, on whose forbidden ear the distant strains of triumph burst agonized and clear. യുദ്ധത്തിൽ പരാജയപ്പെട്ട മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പടയാളികൾക്കായിരിക്കും വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യവും അതിൻ്റെ വേദനയും അതുപോലെ തന്നെ അതിൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നവും അതുപോലെ തന്നെ, അതായത് വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്നത് പരാജയപ്പെട്ട പടയാളികൾക്കായിരിക്കും. അതായത് പരാജയപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പടയാളികൾക്കായിരിക്കും ആ ഒരു യുദ്ധത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മൂല്യം മനസ്സിലാകുന്നത്. കാരണം എന്താണ്? മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പടയാളികളുടെ ജീവൻ്റെ വിലയുണ്ട് ആ ഒരു യുദ്ധത്തിലെ വിജയത്തിന്. അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പടയാളികൾക്കായിരിക്കും യഥാർത്ഥ വിജയത്തിൻ്റെ, ആ ഒരു യുദ്ധത്തിലെ യഥാർത്ഥ വിജയത്തിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്നത് കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർക്കും കഠിനമായിട്ട് ആ ഒരു വിജയം ആവശ്യമായി വരുന്നവർക്കും അതേസമയം തന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്കുമായിരിക്കും വിജയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മൂല്യം, അതല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള വാല്യൂ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഒരു യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ള, വിജയക്കൊടിയേന്തിയിട്ടുള്ള പടയാളികൾക്കായിരിക്കില്ല ആ ഒരു വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്നത്. പകരം ആ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പടയാളികൾക്കായിരിക്കും ആ ഒരു യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മൂല്യം മനസ്സിലാകുന്നത്. കാരണം എതിരാളികളുടെ വിജയത്തിന് ഈ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പടയാളികളുടെ ജീവൻ്റെ വിലയുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ നാം ഒരു അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു കവിതയുടെ ടൈറ്റിൽ മനസ്സിലാക്കുക. ദെൻ ആ ഒരു കവിത എഴുതിയിട്ടുള്ള കവിയുടെ പേര് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ആ ഒരു കവിതയുടെ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കുക. ദെൻ മൂന്നാമതായിട്ട് ആ ഒരു കവിതയുടെ സ്ട്രക്ചർ, അതായത് ആ ഒരു കവിത എത്രത്തോളം സ്റ്റാൻസകളുണ്ട്, ഓരോ സ്റ്റാൻസയിലും എത്ര വരികളുണ്ട്, ദെൻ ആ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ഇഫക്ട്സ്, അതായത് റൈം സ്കീം, ദെൻ അലിട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സിംബൽസ്, ദെൻ ആ ഒരു കവിതയുടെ ലാംഗ്വേജ്, ദെൻ ഫിഗർ ഓഫ് സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങളാണ് നാം അടുത്തതായിട്ട് അവസാനമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്ട്രക്ചർ പരിശോധിക്കാം. ഈ ഒരു കവിതയുടെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ആകെ 3 സ്റ്റാൻസകളാണ് ഈ ഒരു കവിതയിലുള്ളത്. അതുപോലെ തന്നെ ഓരോ സ്റ്റാൻസയിലും 4 വരികളുമാണ് ഉള്ളത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കവിതയിൽ റൈം സ്കീം അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സുകളുണ്ടോ പരിശോധിക്കാം. ഫസ്റ്റ് സ്റ്റാൻസ, ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ നോക്കാം. സ്വീറ്റസ്റ്റ്, സക്സീഡ്,
നെക്ചർ, നീഡ്. ഓക്കെ, ഇവിടെ റൈമിംഗ് വേർഡ്സുകളായിട്ട് വരുന്നത് സക്സീഡ് ആൻഡ് നീഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒന്നാം സ്റ്റാൻസയിലെ റൈം സ്കീമാണ് ABCB. ഇനി രണ്ടാം സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ ഓരോ ലൈനിലെയും അവസാനത്തെ വേർഡുകൾ ഹോസ്റ്റ്, ടുഡേ, ഡെഫിനിഷൻ, വിക്ടറി. ഓക്കെ, രണ്ടാം സ്റ്റാൻസയിൽ റൈം സ്കീം ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസ പരിശോധിക്കാം. ഡൈയിങ്, ഇയർ, ട്രയംഫ്, ക്ലിയർ. ഓക്കെ, മൂന്നാം സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സുകളാണ് ഇയർ, ക്ലിയർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മൂന്നാം സ്റ്റാൻസയിലെ റൈം സ്കീമാണ് ABCB. അപ്പോൾ ഈ ഒരു കവിതയിൽ ഒന്നാം സ്റ്റാൻസയിലും അതുപോലെ തന്നെ മൂന്നാം സ്റ്റാൻസയിലും റൈം സ്കീം ഉണ്ട്. ആ റൈം സ്കീമാണ് ABCB. അതുപോലെ തന്നെ രണ്ടാം സ്റ്റാൻസയിൽ റൈം സ്കീം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കവിതയിൽ അലിട്രേഷൻ ഉണ്ട്. അലിട്രേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. അതായത് തുടരെ വരുന്ന വേർഡുകളുടെ ആദ്യ ശബ്ദം ഒരേ കോൺസണന്റ് ശബ്ദമാവുന്നതിനെയാണ് നാം അലിട്രേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലൈൻ നോക്കുക. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ഓക്കെ, സ് എന്ന ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. Then the first line in the third stanza, as he defeated dying. ഇവിടെയും ഡി എന്ന കോൺസണന്റ് ശബ്ദം തുടർച്ചയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ആണ് അലിട്രേഷൻ. ഡിഫീറ്റഡ് ഡൈയിങ്. ഇനി ഈ ഒരു കവിതയുടെ ഭാഷയെക്കുറിച്ച്, ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ഭാഷയാണ് ഈ ഒരു കവിതയിൽ കവി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കവിതയിൽ ചില സിമ്പിൾസുകളുണ്ട്. അതായത് നെക്ചർ, തേനിനെ കാണിക്കുന്നത്, അത് സിംബലൈസ് ചെയ്യുന്നത് വിജയത്തെയാണ്, സക്സസിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നെക്ചർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പേർപ്പിൾ ഫ്ലാഗ് സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വിക്ടോറിയസ് ആർമി, അതായത് വിജയിച്ച ആർമിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ള ആർമിയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് പേർപ്പിൾ ഫ്ലാഗ് ഇവിടെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ഒരു കവിതയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു അപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാം ചെയ്യേണ്ടത്, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ആ ഒരു കവിതയുടെ ടൈറ്റിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു കവിത എഴുതിയിട്ടുള്ള കവിയുടെ പേര് മനസ്സിലാക്കുക. കവിതയുടെ ടൈറ്റിൽ അഥവാ തന്നിട്ടില്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു കവിത തന്നിരിക്കുന്ന ആ ഒരു കവിതയുടെ ആദ്യ ലൈൻ തന്നെയായിരിക്കും ആ ഒരു കവിതയുടെ ടൈറ്റിൽ. രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആ ഒരു കവിതയുടെ സമ്മറി നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ അവസാനമായിട്ട് തന്നിരിക്കുന്ന ആ ഒരു കവിതയുടെ സ്ട്രക്ചർ, അതുപോലെ തന്നെ സൗണ്ട് ഇഫക്ട്സ്, അതായത് റൈം സ്കീം, അലിട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ആ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള സിംബൽസ്, ദെൻ ആ ഒരു കവിതയുടെ ലാംഗ്വേജ്, ഭാഷ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കവിതയുടെ അപ്രിസിയേഷൻ ഇങ്ങനെ തയ്യാറാക്കാം. ഓക്കെ, അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ കവിതയുടെ ടൈറ്റിൽ എഴുതുക. നമുക്കിവിടെ എഴുതാം സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ദെൻ ഒന്നാമത്തെ സ്റ്റാൻസയിൽ, അതായത് അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യ സ്റ്റാൻസയിൽ നാം എഴുതേണ്ടത് ആ ഒരു ടൈറ്റിൽ, അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള കവിയുടെ പേര്, ദെൻ ആ ഒരു കവിതയുടെ തീം, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യ പാരഗ്രാഫിൽ നാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഇനി ഒരു കവിതയുടെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് രണ്ടാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് തന്നിരിക്കുന്ന ആ ഒരു കവിതയുടെ സമ്മറി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കവിത നന്നായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ സമ്മറി എഴുതാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, ഈ ഒരു കവിതയുടെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന ഈ ഒരു കവിതയുടെ സമ്മറി നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. ദെൻ ഇനി ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ നാം ഉൾപ്പെടുത്തേണ്ടത് തന്നിരിക്കുന്ന ആ ഒരു കവിതയുടെ സ്ട്രക്ചർ, അതായത് എത്ര സ്റ്റാൻസകളുണ്ട്, ഓരോ സ്റ്റാൻസയിലും എത്ര വരികളുണ്ട്, ദെൻ റൈം സ്കീം, അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ്, ദെൻ ആ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്, ദെൻ ആ ഒരു കവിതയുടെ ലാംഗ്വേജ്, ഭാഷ, അവസാനമായിട്ട് നമ്മുടെ അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന കവിതയുടെ അപ്രിസിയേഷൻ്റെ മൂന്നാം ഭാഗം ഈ രൂപത്തിൽ നമുക്ക് എഴുതി തയ്യാറാക്കാം.